നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. സ്റ്റേജ് 1 അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ ക്ലാസ് ആണിത്. അതുകൊണ്ട് അടുത്ത സ്റ്റേജ് 2 ഉള്ള സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് ഈ ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ലാബ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് ഒരു ക്വിക്ക് റിവിഷൻ ക്ലാസ് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ അപ്ലോഡ് ആകുന്നതാണ്. അപ്പൊ നമുക്ക് സമയം കളയേണ്ട ആ ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ ഏതെല്ലാമാണ് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ക്യൂബൻ മിസൈൽ പ്രതിസന്ധി ശരിയാണ്. പേൾ ഹാർബർ തെറ്റാണ്. പേൾ ഹാർബർ നടക്കുന്നത് 1941 അതെന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അതുപോലെ വിയറ്റ്നാം യുദ്ധം എന്ന് പറയുന്നത് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടുണ്ടായത് തന്നെയാണ്. നാറ്റോയുടെ രൂപീകരണവും ശീതയുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഉണ്ടായത്. എന്നാൽ മ്യൂണിക് സമ്മേളനം അതല്ല. അപ്പൊ ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ 1, 3, 4 മാത്രമാണ് ശരി. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ആവർത്തിക്കാം സുഹൃത്തുക്കളെ. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ ഏതെല്ലാമാണ് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. ഏതൊക്കെയായിരുന്നു? ക്യൂബൻ മിസൈൽ പ്രതിസന്ധി, വിയറ്റ്നാം യുദ്ധം, നാറ്റോയുടെ രൂപീകരണം എന്നിവയാണ്. നമുക്ക് നോക്കാം ശീതയുദ്ധത്തെ പറ്റി. ശീതയുദ്ധ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1940 മുതൽ 1990 വരെ. ശീതയുദ്ധ കാലഘട്ടം എന്നറിയപ്പെടുന്നത് എത്രയാ സുഹൃത്തുക്കളെ? 1940 മുതൽ 1990 വരെ ആയിരുന്നു. ശീതയുദ്ധത്തിന്റെ ഭാഗമായിരുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് അമേരിക്കയും റഷ്യയും. നമുക്ക് എല്ലാവർക്കും അറിയാം ശീതയുദ്ധത്തിന്റെ ഭാഗമായിട്ട് പങ്കെടുത്ത രാജ്യങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചാല് ഒന്ന് അമേരിക്കയും മറ്റൊന്ന് റഷ്യയുമായിരുന്നു. ഇനി നോക്കാനുള്ളത് ശീതയുദ്ധത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയെന്നാണ്. ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ശീതയുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. പ്രത്യയശാസ്ത്രപരമായുള്ള വ്യത്യാസങ്ങളാണ് ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ജനാധിപത്യം, മുതലാളിത്തം എന്നീ ആശയങ്ങൾ അമേരിക്ക പ്രചരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ സോവിയറ്റ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവും സ്വാധീനവും വികസിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പൊ രണ്ടുപേരും രണ്ടു പ്രത്യയശാസ്ത്രങ്ങളിലാണ് വിശ്വസിച്ചത്. അമേരിക്ക എന്താ ചെയ്തത്? കട്ട ജനാധിപത്യവും മുതലാളിത്തം എന്നീ ആശയങ്ങള് മറ്റു ലോകരാജ്യങ്ങളുടെ മുമ്പിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചപ്പോ സോവിയറ്റ് യൂണിയൻ എന്ത് ചെയ്തു? കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവും സ്വാധീനവും വികസിപ്പിക്കാൻ ശ്രമിച്ചു. ഇത് രണ്ട് രാജ്യങ്ങൾക്കിടയിലും വിള്ളലുണ്ടാകുന്നതിന് കാരണമായി. അടുത്തതാണ് ജർമ്മനിയുടെ വിഭജനം. എന്താ സുഹൃത്തുക്കളെ ഈ ജർമ്മനിയുടെ വിഭജനം എന്ന് പറഞ്ഞാല്? ഒന്നുമില്ല, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനി കിഴക്കൻ ജർമ്മനി എന്നും പടിഞ്ഞാറൻ ജർമ്മനി എന്നും വിഭജിക്കപ്പെട്ടു. ജർമ്മനിയുടെ വിഭജനം എന്ന് പറഞ്ഞാല് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം എന്ത് ചെയ്തു? ജർമ്മനി കിഴക്കൻ ജർമ്മനി എന്നും പടിഞ്ഞാറൻ ജർമ്മനി എന്നും രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. കിഴക്കൻ ജർമ്മനി സോവിയറ്റ് യൂണിയന്റെ നിയന്ത്രണത്തിലും പടിഞ്ഞാറൻ ജർമ്മനി പടിഞ്ഞാറൻ സഖ്യകക്ഷികളായ അമേരിക്ക, UK, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലുമായി. അപ്പോ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടു കൂടി ജർമ്മനി രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. ഒന്ന് കിഴക്കൻ ജർമ്മനി, മറ്റൊന്നെന്താണ്? പടിഞ്ഞാറൻ ജർമ്മനിയും എന്നറിയപ്പെട്ടു. ഇതിൽ കിഴക്കൻ ജർമ്മനിയുടെ പൂർണ്ണ നിയന്ത്രണം ആരുടെ കയ്യിലായി? സോവിയറ്റ് യൂണിയൻ അഥവാ ഇപ്പോഴത്തെ റഷ്യയുടെ കയ്യിലായി. എന്നാൽ പടിഞ്ഞാറൻ ജർമ്മനിയെ 3 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ എന്ത് ചെയ്തു? പങ്കിട്ടെടുത്തു. ഒന്ന് അമേരിക്ക, മറ്റൊന്ന് UK, ഫ്രാൻസ്. ഇങ്ങനെ 3 രാജ്യങ്ങള് പങ്കിട്ടെടുത്തു. ബെർലിൻ മതിൽ ഉപരോധം. അടുത്തെന്താണ് കാരണം? ബെർലിൻ മതിൽ ഉപരോധം. ബെർലിന്റെ വിഭജനം അമേരിക്കയും സോവിയറ്റ് യൂണിയൻ തമ്മിലുള്ള സംഘർഷത്തിൽ കലാശിച്ചു. ബെർലിന്റെ വിഭജനം അമേരിക്കയും സോവിയറ്റ് യൂണിയൻ തമ്മിലുള്ള സംഘർഷത്തിൽ കലാശിച്ചു. പോളണ്ട്, ഹംഗറി, കിഴക്കൻ ജർമ്മനി തുടങ്ങിയ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ സോവിയറ്റ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം സ്ഥാപിക്കാൻ ശ്രമിച്ചതും അമേരിക്കയെ ചൊടിപ്പിച്ചു കേട്ടോ. അപ്പോ പോളണ്ട്, ഹംഗറി, കിഴക്കൻ ജർമ്മനി തുടങ്ങിയ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളില് സോവിയറ്റ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ സ്ഥാപിച്ചത് ആർക്ക് തിരിച്ചടിയായി? അല്ലെങ്കിൽ ആരെ ചൊടിപ്പിച്ചു? നമ്മുടെ അമേരിക്കയെ ചൊടിപ്പിച്ചു. അഞ്ചാമത്തെ പോയിന്റ് എന്താ? ആയുധ മത്സരവും ആയുധങ്ങളുടെ നിർമ്മാണവുമാണ് കേട്ടോ. ആയുധ മത്സരവും അതുപോലെ കൂടുതലായിട്ട് നൂതനമായിട്ടുള്ള ആയുധങ്ങളുടെ നിർമ്മാണവും എവിടെ നടന്നു? ശീതയുദ്ധത്തിന്റെ ഭാഗമായിട്ട് നടന്നു. അതോടുകൂടി ഈ രണ്ടു രാജ്യങ്ങൾക്കുമിടയില് സ്പർദ്ധ വളരുകയും അതുപോലെ അവരെന്ത് ചെയ്തു? ഭിന്നിപ്പിലേക്ക് പോവുകയും ചെയ്തു. ഇതോടെ സുഹൃത്തുക്കളൊന്ന് ഓർക്കുക. ഇനി നമുക്ക് ഇപ്പൊ നടന്ന എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ശീതയുദ്ധത്തിന്റെ ചുവട് പിടിച്ചു നടന്ന പ്രധാന സംഭവങ്ങൾ. ശീതയുദ്ധത്തിന്റെ ചുവട് പിടിച്ചു നടന്ന പ്രധാന സംഭവങ്ങളാണ് ബെർലിൻ ഉപരോധവും വ്യോമാക്രമണവും. അതായത് 1948 മുതൽ 1949 വരെ അമേരിക്ക ഈ ബെർലിൻ ഉപരോധത്തിന്റെ ഭാഗമായിട്ട് ഒരു വ്യോമാക്രമണം നടത്തിയിരുന്നു കേട്ടോ. അപ്പോ ബെർലിൻ ഉപരോധവും വ്യോമാക്രമണവും എന്തിന്റെ ഭാഗമായിട്ട് നടന്നതാ? ശീതയുദ്ധത്തിന്റെ ഭാഗമായിട്ട് നടന്നതാണ്.
കൊറിയൻ യുദ്ധം നടന്നത്. അതായത് നമ്മുടെ ദക്ഷിണ കൊറിയ എന്ത് ചെയ്തു? ഉത്തര കൊറിയയെ ആക്രമിച്ചു. ഇതും എന്താണ്? ശീതയുദ്ധത്തിന്റെ ഭാഗമായിട്ട് നടന്നതാണ്. വർഷം 1950, 1953. അപ്പോ 1950 മുതൽ 1953 വരെ അതായത് ഉത്തര കൊറിയ ആവട്ടെ ദക്ഷിണ കൊറിയ രണ്ടുപേരും തമ്മിൽ എന്ത് ചെയ്തു? യുദ്ധം നടന്നു. ഇതും എന്തിന്റെ കാരണമാണ്? ശീതയുദ്ധത്തിന്റെ കാരണം മൂലമാണ്. വിയറ്റ്നാം യുദ്ധം 1955 മുതൽ 1975 വരെ നീണ്ടുനിന്ന വിയറ്റ്നാം യുദ്ധം എന്ന് പറയുന്നത് ശീതയുദ്ധത്തിന്റെ ഭാഗമായിട്ട് നടന്നതാണ്. 1955 മുതൽ 1975 വരെ നീണ്ടുനിന്ന വിയറ്റ്നാം യുദ്ധം എന്ന് പറയുന്നത് ശീതയുദ്ധത്തിന്റെ ഭാഗമായിട്ട് ആരംഭിച്ചതാണ്. ക്യൂബൻ മിസൈൽ പ്രതിസന്ധി 1962 നമ്മുടെ USSR എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ക്യൂബയിൽ കൊണ്ടുവന്നിട്ട് ഒരു മിസൈൽ വിക്ഷേപണത്തറ നിർമ്മിക്കുകയും അവിടെ മിസൈലുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഇത് അമേരിക്ക കണ്ടെത്തുകയും ശക്തമായിട്ട് അമേരിക്ക ഇതിനെ എതിർക്കുകയും ചെയ്തു. ഇതിനെയാണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി നടന്ന വർഷം എത്രയാ? 1962 ഇതും ശീതയുദ്ധത്തിന്റെ ഭാഗമായാണ്. ബഹിരാകാശ മത്സരം സ്പേസ് റേസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ബഹിരാകാശ മത്സരം നടന്നതും ശീതയുദ്ധത്തിന്റെ ചുവട് പിടിച്ചിട്ടാണ്. ബഹിരാകാശ മത്സരം നടന്നതും ശീതയുദ്ധത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ 1970 പ്രതിരോധവും ആയുധ നിയന്ത്രണവും വന്നതും ശീതയുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ. കാര്യം എന്താ? ഒരുപാട് നൂതനമായിട്ടുള്ള ആയുധങ്ങൾ പല രാജ്യങ്ങളും എന്ത് ചെയ്തു? നിർമ്മിച്ചെടുത്തു. അതോടുകൂടി അവയ്ക്കെല്ലാം എന്ത് ചെയ്യണം? ചിലരെ പ്രതിരോധിക്കണം, ചിലരെ എന്ത് ചെയ്യണം? ആയുധങ്ങളെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ ആയുധങ്ങളെ നിയന്ത്രിക്കണം. അങ്ങനെ വന്നപ്പോൾ പ്രതിരോധവും ആയുധ നിയന്ത്രണവും എന്ന് പറയുന്ന രീതിയിലേക്ക് എന്ത് ചെയ്തു? രാജ്യങ്ങൾ മാറി. അത് 1970 അതും ശീതയുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് നടന്നത്. US ചൈന സൗഹൃദം 1972 മുതലാണ് US ചൈന സൗഹൃദം ആരംഭിക്കുന്നത്. അതിനൊരു കാരണമായിരുന്നു ചോദിച്ചാൽ അത് ശീതയുദ്ധമാണ് കേട്ടോ. 1972 US ചൈനയും തമ്മിലുള്ള സൗഹൃദം ആരംഭിക്കുന്നതും ശീതയുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ്. ഇതോടെ സുഹൃത്തുക്കളെന്ന് ഓർത്തു വെക്കുക. രണ്ടാമത്തെ ചോദ്യം, മുഗൾ വാസ്തുവിദ്യയെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ്. നമുക്ക് പ്രസ്താവനകൾ നോക്കാം. ഫത്തേപൂർ സിക്രിയിൽ കോട്ട സമുച്ചയം സ്ഥാപിച്ചത് ഷാജഹാനാണ്. തെറ്റാണ്. ഷാജഹാൻ അല്ല ഫത്തേപൂർ സിക്രിയിൽ കോട്ട സ്ഥാപിച്ചത്. പിന്നെ ആരാ? അത് അക്ബറാണ് കേട്ടോ. ഓർത്തോണേ, അക്ബറാണ് എന്ത് ചെയ്തത്? ഫത്തേപൂർ സിക്രിയിലെ കോട്ട സമുച്ചയം നിർമ്മിച്ചത്. ചെങ്കോട്ടയിലേക്കുള്ള ഉയർന്ന കവാടം ബുലന്ദ് ദർവാസ എന്നറിയപ്പെടുന്നു. തെറ്റാണ്. ചെങ്കോട്ടയിലേക്കുള്ള ഉയർന്ന കവാടമാണോ ബുലന്ദ് ദർവാസ? അല്ല. ഫത്തേപൂർ സിക്രിയിലേക്കുള്ള കവാടം, ഉയർന്ന കവാടമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ബുലന്ദ് ദർവാസ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓർത്തോണേ, ഫത്തേപൂർ സിക്രിയിലേക്കുള്ള കവാടത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബുലന്ദ് ദർവാസ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഡൽഹിയിലെ മോത്തി മസ്ജിദ് നിർമ്മിച്ചത് ജഹാംഗീർ ആണ്. തെറ്റാണ്. ഷാജഹാനാണ് നമ്മുടെ ഡൽഹിയിലെ മോത്തി മസ്ജിദ് എന്ന് പറയുന്നത് നിർമ്മിച്ചത്. അതുകൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇവിടെ ശരിയായ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്നവയിൽ ഒന്നുപോലും ശരിയില്ല. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ആവർത്തിക്കാം. മുഗൾ വാസ്തുവിദ്യയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫത്തേപൂർ സിക്രിയിൽ കോട്ട നിർമ്മിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ഷാജഹാൻ അല്ല, അക്ബറാണ്. ചെങ്കോട്ടയിലേക്കുള്ള ഉയർന്ന കവാടമല്ല ബുലന്ദ് ദർവാസ. ബുലന്ദ് ദർവാസ എന്ന് പറയുന്നത് ഫത്തേപൂർ സിക്രിയിലേക്കുള്ള ഉയർന്ന കവാടമാണ്. ചെങ്കോട്ടയിലെ മോത്തി മസ്ജിദ് നിർമ്മിച്ചത് ആരാണ്? ജഹാംഗീർ അല്ല, ഷാജഹാനാണ്. ഓർക്കുക. മുഗൾ വാസ്തുവിദ്യയിൽ ഹിന്ദു, പേർഷ്യൻ, ഇസ്ലാമിക സ്വാധീനങ്ങൾ സംയോജിപ്പിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചോളേ, മുഗൾ വാസ്തുവിദ്യയിൽ പ്രധാനമായിട്ടും ഹിന്ദു, പേർഷ്യൻ, ഇസ്ലാമിക സ്വാധീനങ്ങൾ സംയോജിച്ചിരിക്കുന്നു. മുഗൾ വാസ്തുവിദ്യയുടെ സവിശേഷതകൾ നമുക്കൊന്ന് നോക്കാം. വെളുത്ത മാർബിളും ചുവന്ന മണൽക്കല്ലുകളുമാണ് പ്രധാനമായിട്ടും മുഗൾ വാസ്തുവിദ്യയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്താണ്? വെളുത്ത മാർബിളും ചുവന്ന മണൽക്കല്ലുകളുമാണ് പ്രധാനമായിട്ടും എവിടെ ഉപയോഗിച്ചത്? ഈ മുഗൾ രാജവംശത്തിലുള്ളവരെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പാച്ചിൻ കരി അലങ്കാര പണികളും ജാലി, ലാറ്റിസിഡ് സ്ക്രീനുകളും എവിടെ ഉപയോഗിച്ചിരുന്നു അലങ്കരിക്കാനായിട്ട്? ഈ മുഗൾ വാസ്തുവിദ്യയിൽ ഉപയോഗിച്ചിരുന്നു. അതായത് പാച്ചിൻ കരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല സുഹൃത്തുക്കളെ, നിങ്ങള് ഈ മുഗൾ നിർമ്മിതികളെ കണ്ടു കഴിഞ്ഞാൽ അറിയാമായിരിക്കും. മാർബിളിൽ ഇങ്ങനെ കൊത്തി ചെറിയ 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 പുഷ്പങ്ങളുടെ രൂപത്തിലൊക്കെ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. ഇതിനെയാണ് എന്ത് പേരിലെന്ന് അറിയപ്പെടുന്നത്? ഈ പാച്ചിൻ കരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ ഈ ജാലി, ലാറ്റിസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ക്രീനുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പോഴൊക്കെ നമ്മുടെ പുതിയ തലമുറ വീടുകളിലൊക്കെ നമ്മൾ ഇങ്ങനെ കട്ടകൾ എന്ത് ചെയ്യും പല രീതിയിൽ ഇങ്ങനെ അടുക്കി 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 ഇങ്ങനെ വെച്ചിട്ട് വിൻഡോ ഉണ്ടാക്കുന്നത് കണ്ടു കാണുമായിരിക്കും. അപ്പൊ അതുപോലെ ഇരിക്കുന്ന സാധനമാണ് എന്ത്? ഈ ജാലി, ലാറ്റിസിഡ് എന്ന് പറയുന്നത്. അപ്പോ ഈ പാച്ചിൻ കരി അലങ്കാരപ്പണികളും ജാലി, ലാറ്റിസിഡ് സ്ക്രീനുകളും എവിടെ ഉപയോഗിച്ചിരുന്നു? മുഗൾ വാസ്തുവിദ്യയിലെ അലങ്കാര പണികൾക്കായിട്ട്
ഉപയോഗിച്ചിരുന്നു. 4 വശങ്ങളിലും മനോഹരമായ പൂന്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ടിരുന്ന കെട്ടിടങ്ങൾ മുഗൾ വാസ്തുവിദ്യയുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള പ്രത്യേകതയായിരുന്നു കേട്ടോ. 4 വശങ്ങളിലും മനോഹരമായ പൂന്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ടിരുന്ന കെട്ടിടങ്ങളായിരുന്നു മുഗൾ വാസ്തുവിദ്യയിൽ ഉണ്ടായിരുന്നത്. വിശാലമായ മുറ്റങ്ങളോട് കൂടിയ പള്ളികളായിരുന്നു മുഗൾ വാസ്തുവിദ്യയുടെ ഭാഗമായിരുന്നു. വിശാലമായ മുറ്റങ്ങളോട് കൂടിയ പള്ളികൾ എവിടെ ഉണ്ടായിരുന്നു? മുഗൾ വാസ്തുവിദ്യയുടെ ഭാഗമായിട്ട് നിർമ്മിച്ചിരുന്നു. പ്രധാന കെട്ടിടത്തിന് മുമ്പായി വലിപ്പമേറിയ കവാടങ്ങൾ ഉണ്ടായിരുന്നു. എപ്പോഴും പ്രധാന കെട്ടിടത്തിന് മുമ്പായിട്ട് വലിപ്പമേറിയ കവാടങ്ങൾ ഉണ്ടായിരുന്നു. 2 or 4 വശങ്ങളായിട്ടുള്ള ചെറുതും വലുതുമായ താഴികക്കുടങ്ങളാൽ നിർമ്മിതമായ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു മുഗൾ രാജവംശ ഭാഗത്ത്. അതായത് ചെറുതും വലുതുമായിട്ടുള്ള താഴികക്കുടങ്ങളോട് കൂടിയിട്ടുള്ള കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു എവിടെ? ഈ മുഗൾ വാസ്തുവിദ്യാ ശൈലിയുടെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ ജാലികളും ജഖോറകളും ഉപയോഗിച്ചിരുന്നു. എന്താണ്? ജാലികളും ജറോഖകളും ഉപയോഗിച്ചിരുന്നു. എന്തിനാണ്? മുഗൾ വാസ്തുവിദ്യയിൽ. ഇനി നമുക്ക് നോക്കുവാനുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട മുഗൾ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ സുൽത്താൻമാരുടെ നിർമ്മിതികളാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് PSC ചോദിക്കുന്നതും ഈ ഭാഗത്ത് നിന്നാണ്. അപ്പൊ നമുക്കതൊന്ന് നോക്കാം. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഹുമയൂണിന്റെ നിർമ്മിതികളാണ്. അടയ ഹുമയൂണിന്റെ നിർമ്മിതികൾ. ദീൻപാന നഗരം. എന്താണ് ദീൻപാന നഗരം? പുരാണകിലയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാല് പുരാണകിലയുടെ പണി ആരംഭിച്ചത് ഹുമയൂണിന്റെ കാലത്താണെങ്കിലും പണി പൂർത്തീകരിച്ചതായിരുന്നു ചോദിച്ചാൽ അത് ശേർഷാ സൂരിയാണ് കേട്ടോ. ഇത് PSC ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പുരാണ കില എന്ന് പറയുന്നതിന്റെ പണി ആരംഭിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ഹുമയൂൺ ആണ്. എന്നാൽ ഇതിന്റെ പണി പൂർത്തീകരിക്കപ്പെട്ടത് എപ്പോഴെന്ന് ചോദിച്ചാൽ അത് ശേർഷാ സൂരിയുടെ കാലത്താണ്. ഷെർ മണ്ഡൽ എന്ന ഗ്രന്ഥശാല നിർമ്മിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ഹുമയൂൺ ആണ്. ശ്രദ്ധിച്ചോളെ, ഷെർ മണ്ഡൽ എന്ന ഗ്രന്ഥശാല നിർമ്മിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ഹുമയൂൺ ആണ്. അപ്പൊ ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഒന്നുകൂടി എടുത്തു പറയുന്നത്. ഹുമയൂണിന്റെ പ്രധാനപ്പെട്ട നിർമ്മിതികൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ദിൻപാന നഗരം, പുരാന കിലയുടെ പണി ആരംഭിച്ചത് ഹുമയൂൺ ആണെങ്കിലും ആ പണി പൂർത്തീകരിച്ചത് ഷേർഷാ സൂരിയുടെ കാലത്താണ്. ഷേർ മണ്ഡൽ എന്ന ഗ്രന്ഥശാല നിർമ്മിച്ചതാരാണ്? ഹുമയൂൺ ആണ്. അടുത്തതായി നമുക്ക് നോക്കുവാനുള്ളത് അക്ബറിന്റെ സംഭാവനയാണ് കേട്ടോ. ആരുടെയാണ്? അക്ബറിന്റെ സംഭാവനകൾ. ഹുമയൂണിന്റെ ശവകുടീരം. ഹുമയൂണിന്റെ ശവകുടീരം നിർമ്മിച്ചതാരാ? തോമ്പ് ഹുമയൂൺ നിർമ്മിച്ചതാരാ? അക്ബറാണ്. ആഗ്ര കോട്ട പണി കഴിപ്പിച്ചത് അക്ബറാണ്. ആഗ്ര കോട്ട പണി കഴിപ്പിച്ചത് ആരാണ്? അക്ബറാണ്. ചുവന്ന മണൽക്കല്ലുകൾ ഉപയോഗിച്ച് രജപുത്ര വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മാണം നടത്തിയിട്ടുള്ള കോട്ട എന്ന് ചോദിച്ചാല് അത് ആഗ്ര കോട്ടയാണ് കേട്ടോ. എടുത്തു പഠിച്ചോളണം. ചുവന്ന മണൽക്കല്ലുകൾ ഉപയോഗിച്ച് രജപുത്ര വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന കോട്ട എന്ന് ചോദിച്ചാൽ അത് ആഗ്ര കോട്ടയാണ്. ആഗ്ര കോട്ട നിർമ്മിച്ചതാരാ? അക്ബറാണ്. ഫത്തേപൂർ സിക്രി, ചെങ്കടലിലെ ഇതിഹാസം എന്നറിയപ്പെടുന്ന നിർമ്മിതി എന്ന് ചോദിച്ചാൽ അത് ഫത്തേപൂർ സിക്രിയാണ്. അപ്പൊ ഫത്തേപൂർ സിക്രി നിർമ്മിച്ചതാരാ? അക്ബറാണ്. ഇതാണ് ക്വസ്റ്റ്യന് വന്നത്. ഫത്തേപൂർ സിക്രിയുടെ പ്രത്യേകത എന്താ? ചെങ്കടലിലെ ഇതിഹാസം എന്നറിയപ്പെടുന്ന നിർമ്മിതി ഏതാ? അത് ഫത്തേപൂർ സിക്രിയാണ്. ബുലന്ദ് ദർവാസ നിർമ്മിച്ചതാരാണ്? അക്ബർ തന്നെയാണ്. ഫത്തേപൂർ സിക്രിയുടെ കവാടം എന്നറിയപ്പെടുന്നത് എന്താണ്? ബുലന്ദ് ദർവാസയാണ്. ഇബാദത്ത് ഖാന എന്ന പ്രാർത്ഥനാലയം നിർമ്മിച്ചത് അക്ബറാണ്. ഓർത്തോണേ, ഇബാദത്ത് ഖാന എന്ന പ്രാർത്ഥനാലയം നിർമ്മിച്ചത് ആരാണ്? അക്ബറാണ്. പഞ്ചമഹൽ നിർമ്മിച്ചത് അക്ബറാണ്. പഞ്ചമഹൽ നിർമ്മിച്ചതാരാണ്? അക്ബറാണ്. ലാഹോർ കോട്ട പണി കഴിപ്പിച്ചത് അക്ബറാണ്. ലാഹോർ കോട്ട പണി കഴിപ്പിച്ചതാരാ? അക്ബറാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. അക്ബറിന്റെ പ്രധാന സംഭാവനകൾ എന്തൊക്കെയെന്ന് ചോദിച്ചാല് ഹുമയൂണിന്റെ ശവകുടീരം, ആഗ്ര കോട്ട. ആഗ്ര കോട്ടയുടെ പ്രത്യേകത എന്താ? ചുവന്ന മണൽക്കല്ലുകൾ ഉപയോഗിച്ച് രജപുത്ര വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ചതാണ് എന്ത്? ആഗ്ര കോട്ട എന്ന് പറയുന്നത്. ചെങ്കടലിലെ ഇതിഹാസം എന്നറിയപ്പെടുന്ന നിർമ്മിതി ഏതാണ്? അത് ഫത്തേപൂർ സിക്രിയാണ്. അതുപോലെ തന്നെ എന്താ ബുലന്ദ് ദർവാസയുടെ പ്രത്യേകത? ഫത്തേപൂർ സിക്രിയുടെ കവാടം എന്നറിയപ്പെടുന്നത് ആരാ? ബുലന്ദ് ദർവാസയാണ്. അതുപോലെ ഇബാദത്ത് ഖാന എന്ന പ്രാർത്ഥനാലയം നിർമ്മിച്ചത് ആരാണ്? അക്ബർ തന്നെയാണ്. പഞ്ചമഹൽ നിർമ്മിച്ചത് അക്ബറാണ്. ലാഹോർ കോട്ട പണി കഴിപ്പിച്ചത് ആരാണ്? അക്ബറാണ്. ഓർക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് ജഹാംഗീറിന്റെ സംഭാവനകളാണ് കേട്ടോ. ആരുടെയാണ്? ജഹാംഗീറിന്റെ സംഭാവനകൾ. അക്ബറിന്റെ ശവകുടീരം നിർമ്മിച്ചത് ആരാ? ജഹാംഗീർ ആണ്. പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ട്. ബുദ്ധമത വാസ്തുവിദ്യാ ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന മുഗൾ രാജവംശ ശവകുടീരം എന്ന് ചോദിച്ചാൽ അത് അക്ബറിന്റെ ശവകുടീരമാണ് കേട്ടോ. അപ്പോ അക്ബറിന്റെ ശവകുടീരം നിർമ്മിച്ചത് ആരാ? ജഹാംഗീർ ആണ്. എന്നാൽ അതിന്റെ പ്രത്യേകത എന്താ? ബുദ്ധമത വാസ്തുവിദ്യാ ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന മുഗൾ രാജവംശ ശവകുടീരം എന്ന് ചോദിച്ചാൽ അത് അക്ബറിന്റെ ശവകുടീരമാണ്. രണ്ടാമത്തെ നിർമ്മിതിയാണ്
ഇതിമത് ഉൽ ദൗളയുടെ ശവകുടീരം. ഇതിമത് ഉൽ ദൗളയുടെ ശവകുടീരം. ഇതിന്റെ പ്രത്യേകത എന്താ? ജഹാംഗീറിന്റെ പത്നിയായിരുന്ന അല്ലെങ്കിൽ അന്നത്തെ രാജ്ഞിയായിരുന്ന നൂർജഹാൻ തന്റെ പിതാവിന് വേണ്ടി നിർമ്മിച്ച ശവകുടീരമായിരുന്നു ഇതിമത് ഉൽ ദൗളയുടെ ശവകുടീരം. ശ്രദ്ധിച്ചോളേ, ഇതിമത് ഉൽ ദൗളയുടെ ശവകുടീരം നിർമ്മിച്ചത് കൃത്യമായിട്ട് ജഹാംഗീർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് നിർമ്മിക്കാനായിട്ട് ഉത്തരവ് നൽകിയത് അദ്ദേഹത്തിന്റെ പത്നിയായിട്ടുള്ള, അതായത് ജഹാംഗീറിന്റെ പത്നിയായിട്ടുള്ള രാജ്ഞി നൂർജഹാൻ ആയിരുന്നു. അവരുടെ പിതാവിന് വേണ്ടിയിട്ടാണ് എന്ത് നിർമ്മിച്ചത്? ഇതിമത് ഉൽ ദൗളയുടെ ശവകുടീരം നിർമ്മിച്ചത്. ഇനി ഈ ഇതിമത് ഉൽ ദൗളയുടെ ശവകുടീരത്തിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാല് പൂർണ്ണമായും വെളുത്ത മാർബിൾ കൊണ്ട് നിർമ്മിച്ച ആദ്യത്തെ മുഗൾ നിർമ്മിതി എന്ന് ചോദിച്ചാൽ അത് ഇതിമത് ഉൽ ദൗളയുടെ ശവകുടീരമാണ്. ശ്രദ്ധിച്ചോളണേ, എന്താണ് ഇതിമത് ഉൽ ദൗളയുടെ ശവകുടീരത്തിന്റെ പ്രത്യേകത? പൂർണ്ണമായും വെളുത്ത മാർബിൾ കൊണ്ട് നിർമ്മിച്ച ആദ്യത്തെ മുഗൾ നിർമ്മിതി എന്നറിയപ്പെടുന്നത് ഇതിമത് ഉൽ ദൗളയുടെ ശവകുടീരമാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അടുത്തതാണ് ഷാജഹാന്റെ സംഭാവനകൾ. ഇമ്പോർട്ടന്റ് ആണ് ഷാജഹാന്റെ സംഭാവനകൾ. താജ്മഹൽ നമുക്ക് എല്ലാവർക്കും അറിയാം. താജ്മഹൽ നിർമ്മിച്ചത് ആരാ? ഷാജഹാനാണ്. ദിവാൻ ഇ അസം, ദിവാൻ ഇ ഖാസ്, മോത്തി മഹൽ, ഹിര മഹൽ തുടങ്ങിയ മനോഹരങ്ങളായ കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഡൽഹിയിലെ കോട്ട. ഇങ്ങനെ തന്നെ അങ്ങ് പഠിച്ചോളാം. ഇതിൽ ഓരോന്നും PSC എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോ ദിവാൻ ഇ ഖാസ്, മോത്തി മഹൽ, ഹിര മഹൽ തുടങ്ങിയ മനോഹരങ്ങളായ കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഡൽഹിയിലെ ചെങ്കോട്ട നിർമ്മിച്ചത് ആരും ചോദിച്ചാൽ അത് ഷാജഹാൻ ആണ്. ഇങ്ങനെ തന്നെ പഠിച്ചോളാം. കാരണം PSC ഇതിൽ ഓരോന്നും എടുത്തെടുത്ത് ആരാണ് നിർമ്മിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ ദിവാൻ ഇ ആം, ദിവാൻ ഇ ഖാസ്, മോത്തി മഹൽ, ഹിര മഹൽ തുടങ്ങിയ അതിമനോഹരമായ കെട്ടിടങ്ങളെല്ലാം നിർമ്മിച്ചിട്ടുള്ള ഡൽഹി ചെങ്കോട്ട ആരാ നിർമ്മിച്ചത്? അത് ഷാജഹാനാണ് നിർമ്മിച്ചത്. മോത്തി മസ്ജിദ് നിർമ്മിച്ചത് ഷാജഹാനാണ്. മോത്തി മസ്ജിദ് നിർമ്മിച്ചത് ആരാണ്? ഷാജഹാനാണ്. ഡൽഹിയിലെ ജുമാ മസ്ജിദ് നിർമ്മിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഷാജഹാനാണ്. ഡൽഹിയിലെ ജുമാ മസ്ജിദ് നിർമ്മിച്ചത് ആരാണ്? ഷാജഹാനാണ്. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിച്ചോളണേ. താജ്മഹൽ നിർമ്മിച്ചത് ആരാ? ഷാജഹാനാണ്. ദിവാൻ ഇ ഖാസ്, മോത്തി മഹൽ, ഹിര മഹൽ തുടങ്ങിയ മനോഹരമായ കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഡൽഹിയിലെ ചെങ്കോട്ട നിർമ്മിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഷാജഹാനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ദിവാൻ ഇ അമ്മും ദിവാൻ ഇ ഖാസും മോത്തി മഹലും ഹിര മഹൽ എല്ലാം നിർമ്മിച്ചത് ആരാ? ഷാജഹാനാണെന്ന് ഓർത്തു വെച്ചോളണം. മോത്തി മസ്ജിദ് നിർമ്മിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഷാജഹാനാണ്. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതാണ്. മോത്തി മസ്ജിദ് നിർമ്മിച്ചത് ആരാണ്? ഷാജഹാനാണ്. ഡൽഹിയിലെ ജുമാ മസ്ജിദ് നിർമ്മിച്ചത് ഷാജഹാനാണ്. ഡൽഹിയിലെ ജുമാ മസ്ജിദ് നിർമ്മിച്ചത് ആരാണ്? ഷാജഹാനാണ്. ഓർക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് ഔറംഗസീബിന്റെ സംഭാവന. എന്താണ് ഔറംഗസീബിന്റെ സംഭാവന? ബാദ്ഷാഹി പള്ളി. ബാദ്ഷാഹി പള്ളി നിർമ്മിച്ചത് ആരാണ്? ഔറംഗസീബാണ്. ബീബി കാ മക്ബാറ നിർമ്മിച്ചത് ആരാണ്? ഔറംഗസേബാണ്. ബീബി കാ മക്ബാറ നിർമ്മിച്ചത് ആരാണ്? ഔറംഗസേബാണ്. ബീബി കാ മക്ബാറയുടെ പ്രത്യേകത എന്താണ്? റാബിയ ഉദ് ദൗറാനിയുടെ മാർബിൾ ശവകുടീരമായിരുന്നു എന്ത്? ബീബി കാ മക്ബാറ. അതായത് ഔറംഗസേബിന്റെ പ്രിയ പത്നിയായിട്ടുള്ള റാബിയ ഉദ് ദൗറാനിയുടെ ഓർമ്മയാർത്ഥം നിർമ്മിച്ചതാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ശവകുടീരമാണ് എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ബീബി കാ മക്ബാറ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് PSC ചോദിച്ച പോയിന്റ് എന്തെന്ന് ചോദിച്ചാൽ പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ബീബി കാ മക്ബാറ. മറക്കരുത്, പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് ഏതാ? ബീബി കാ മക്ബാറയാണ്. ഓർക്കുക. അപ്പൊ ഒന്നുകൂടി പറയാം, ഔറംഗസീബിന്റെ സംഭാവനകൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് ബാദ്ഷാഹി പള്ളി, മറ്റൊന്നെന്താണ്? ബീബി കാ മക്ബാറ. ഈ ബീബി കാ മക്ബാറയുടെ പ്രത്യേകത എന്താ? റാബിയ ഉദ് ദൗറാനിയുടെ മാർബിൾ ശവകുടീരമാണ് ബീബി കാ മക്ബാറ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ബീബി കാ മക്ബാറയുടെ പ്രത്യേകത എന്താ? പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് ഏതാ? ബീബി കാ മക്ബാറയാണ്. ഓർക്കുക. മൂന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിന്റെ ഭാഗമല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. മൗണ്ട് ബാറ്റൻ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കി. അതായത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 പറ്റിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ശരിയാണ്. മൗണ്ട് ബാറ്റൻ പദ്ധതിയിലൂടെയാണ് ഇത് നിലവിൽ വന്നത്. 1947 ഓഗസ്റ്റ് 15 മുതൽ ഇന്ത്യയെ സ്വതന്ത്രവും പരമാധികാരവുമായ ഒരു രാജ്യമായി പ്രഖ്യാപിച്ച നിയമമാണിത്. ശരിയാണ്. 1947 ഓഗസ്റ്റ് 15 മുതൽ ഇന്ത്യയെ സ്വതന്ത്രവും പരമാധികാരവുമായ ഒരു രാജ്യമായിട്ട് പ്രഖ്യാപിച്ച നിയമമാണ്. ബ്രിട്ടീഷ് രാജാവ് നിയമിക്കേണ്ട ഗവർണർ ജനറലിന്റെ ഓഫീസ് ഈ നിയമം സ്ഥാപിച്ചു. അത് ശരിയാണ്. അത് നമുക്ക് വഴിയെ പറയാം. ബ്രിട്ടീഷ് രാജാവ് നിയമിക്കേണ്ട ഗവർണർ ജനറലിന്റെ ഓഫീസ് ഈ നിയമം സ്ഥാപിച്ചു. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ ഡൊമിനിയൻ ചേരണമെന്ന ഈ നിയമം
നിർബന്ധിച്ചു. അത് തെറ്റാണ് കേട്ടോ. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ ഡൊമിനിയനിൽ ചേരണമെന്ന് ഒരിക്കലും ആര് പറഞ്ഞിട്ടില്ല? 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടില്ല. അതിനുള്ള കാരണമൊക്കെ നമുക്ക് പഠിക്കാം. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്. അപ്പോ ഈ 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നിയമത്തിന്റെ ഭാഗമല്ലാത്ത പോയിന്റ് ഇതിനകത്ത് ഏതാ സുഹൃത്തുക്കളെ? 4 മാത്രമാണ്. അതായത് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ ഡൊമിനിയനിൽ ചേരണമെന്ന് ഈ നിയമം എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോ നമുക്ക് അതിനെ പറ്റി ഒന്ന് നോക്കാം. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാനത്തെ നിയമം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. പഠിച്ചോളണേ, ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാനത്തെ നിയമം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട വർഷം 1947 ജൂലൈ 4 ആണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട വർഷം 1947 ജൂലൈ 4 ആണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ തീയതി 1947 ജൂലൈ 5 ആണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ തീയതി 1947 ജൂലൈ മാസം 5 തീയതിയാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് രാജാവിന് അംഗീകാരം ലഭിച്ചത് 1947 ജൂലൈ 18 ആണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിന് ബ്രിട്ടീഷ് രാജാവിന്റെ അംഗീകാരം ലഭിച്ചതെന്ന 1947 ജൂലൈ മാസം 18 തീയതിയാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത് 1947 ഓഗസ്റ്റ് 15. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡേറ്റും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത് 1947 ഓഗസ്റ്റ് മാസം 15 ആണ്. ഈ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ഡേറ്റും പഠിച്ചു വെക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് 1947 വന്ന ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിലെ പ്രധാന വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്നുള്ളത് ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കളെ. 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ. ഒന്നാമത്തെ വ്യവസ്ഥ എന്തെന്ന് ചോദിച്ചാൽ ഇന്ത്യ വിഭജനം. അതായത് രണ്ടായിട്ട് വിഭജിച്ചു വെച്ചു ആര്? ബ്രിട്ടീഷുകാര്. അതായത് പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും പൂർണ്ണ സ്വയംഭരണ സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള 2 വ്യത്യസ്ത രാജ്യങ്ങളാക്കി മാറ്റി ആര്? ബ്രിട്ടീഷുകാര്. അതാണ് കൃത്യമായിട്ട് മൗണ്ട് ബാറ്റൻ പ്ലാനിനകത്തും പറഞ്ഞിരുന്നത്. അത് നമുക്ക് അവസാനം നോക്കാം. അപ്പോ ആദ്യത്തെ പോയിന്റ് എന്താ? ഇന്ത്യ വിഭജനം. അതായത് ഒന്നായി കിടന്ന ഇന്ത്യയെ ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും വ്യത്യസ്തമായിട്ടുള്ള പൂർണ്ണ സ്വയംഭരണ സ്വാതന്ത്ര്യത്തോടു കൂടിയ 2 വ്യത്യസ്ത രാജ്യങ്ങളാക്കി ബ്രിട്ടീഷുകാർ മാറ്റി. രണ്ടാമത്തെ പോയിന്റ് എന്നത് നോക്കാം. ഇന്ത്യ പാകിസ്ഥാൻ രാജ്യങ്ങൾക്ക് ഡൊമിനിയൻ പദവി നൽകി. എന്താ ഈ ഡൊമിനിയൻ പദവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒന്നുമില്ല, ഇരു രാജ്യങ്ങളും ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ അംഗങ്ങളായി തുടരുകയും ബ്രിട്ടീഷ് രാജാവിനെ കോമൺവെൽത്തിന്റെ തലവനായി അംഗീകരിക്കുകയും ചെയ്യണം. ഇത് നിർബന്ധിച്ച് പറയുന്നില്ല. വേണമെങ്കിൽ 2 രാജ്യങ്ങൾക്കും എന്തിന്റെ ഭാഗമാവാം? കോമൺവെൽത്തിന്റെ ഭാഗമായിട്ട് തുടരാമെന്ന് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്താ? ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾക്ക് ഡൊമിനിയൻ പദവി നൽകി. അതായത് ഇരു രാജ്യങ്ങളും ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ അംഗങ്ങളായി തുടരുകയും ബ്രിട്ടീഷ് രാജാവിനെ കോമൺവെൽത്തിന്റെ തലവനായിട്ട് അംഗീകരിക്കുകയും ചെയ്യണം. ഇത് കൃത്യമായിട്ട് അംഗീകരിക്കണമെന്ന് അവർ പറഞ്ഞില്ല. ഇരു രാജ്യങ്ങൾക്കും തീരുമാനത്തിനായിട്ട് അവരെന്ത് ചെയ്തു? വിട്ടുകൊടുത്തു. മൂന്നാമത്തെ പോയിന്റ് നാട്ടുരാജ്യങ്ങളുടെ മേലുള്ള ബ്രിട്ടീഷ് ആധിപത്യം അവസാനിച്ചു. നാട്ടുരാജ്യങ്ങൾക്ക് മേലുള്ള ബ്രിട്ടീഷ് ആധിപത്യം അവസാനിച്ചു. നാലാമത്തെ പോയിന്റ് ബ്രിട്ടൻ രാജ്യത്തിന് മേലുള്ള അധികാരം പൂർണ്ണമായി പിൻവലിക്കുകയും നിയമനിർമ്മാണം, എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും പുതിയ സർക്കാരുകൾക്ക് കൈമാറുകയും ചെയ്തു. ബ്രിട്ടൻ രാജ്യത്തിനു മേലുള്ള അധികാരം പൂർണ്ണമായും പിൻവലിക്കുകയും നിയമനിർമ്മാണം, എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ എന്നിവ ഇന്ത്യക്കും അതുപോലെ തന്നെ പാകിസ്ഥാനിലെയും പുതിയ സർക്കാരുകൾക്ക് കൈമാറുകയും ചെയ്തു. ഓർക്കുക. അഞ്ചാമത്തെ പോയിന്റ് ബ്രിട്ടീഷ് ഇന്ത്യയെ 2 സ്വതന്ത്ര രാജ്യങ്ങളായി വിഭജിക്കുകയും അവയുടെ അതിർത്തി രേഖകൾ കൃത്യമായി നിർണയിക്കുകയും ചെയ്തു. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ആസ്തികളുടെയും ബാധ്യതകളുടെയും കണക്കുകൾ കൃത്യമായി നിർവചിക്കുകയും ചെയ്തു 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം. കേട്ടോ. അപ്പോ ബ്രിട്ടീഷ് ഇന്ത്യയിലെ 2 സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് വിഭജിക്കുകയും അവയുടെ അതിർത്തി രേഖകൾ കൃത്യമായി നിർണയിക്കുകയും ചെയ്തു. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ആസ്തികളുടെയും ബാധ്യതകളുടെയും കണക്കുകൾ കൃത്യമായി നിർവചിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് പരമാധികാരത്തിനുള്ളിൽ ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ നാട്ടുരാജ്യങ്ങൾ മുഴുവൻ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഭാഗമായി മാറണമെന്ന് നിയമവ്യവസ്ഥ ചെയ്യുകയും ചെയ്തു. ഇതാണ് അവിടെ തെറ്റായിട്ട് വന്നത്. അല്ലാതെ ഇന്ത്യയുടെ ഭാഗമാകണമെന്ന്
ബ്രിട്ടീഷുകാര് പറഞ്ഞിട്ടില്ല. ഓക്കെയാണേ. ബ്രിട്ടീഷിന്റെ പരമാധികാരത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ഇല്ലാത്തതുമായിട്ടുള്ള നാട്ടുരാജ്യങ്ങൾ മുഴുവൻ ഏതെങ്കിലും ഒന്ന് ഇന്ത്യയിലാകണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, പാകിസ്ഥാന്റെ ആവണം. അല്ലാതെ സ്വതന്ത്രമായിട്ട് രാജ്യമായിട്ട് നിൽക്കാൻ സമ്മതിക്കൂല. ഈ രണ്ട് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ ഭാഗമാകണമെന്നാണ് ആര് പറഞ്ഞത്? 1947 ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം പറഞ്ഞത്. ഏഴാമത്തെ പോയിന്റ്, ഇരു രാജ്യങ്ങളും ഭരണഘടനാ അസംബ്ലികൾ സ്ഥാപിക്കണം. സ്വന്തം ഭരണഘടന രാജ്യം അംഗീകരിക്കുന്നത് വരെ രാജ്യത്തിന്റെ നിയന്ത്രണം ബ്രിട്ടീഷ് രാജാവിന്റെ പ്രതിനിധിയായ ഗവർണർ ജനറലുകൾ കീഴിലായിരിക്കും. ഇതുകൊണ്ടാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആര് അംഗീകരിച്ചെന്ന് പറഞ്ഞത്? നേരത്തെ നമ്മളെ ഗവർണർ ജനറലിന്റെ ഓഫീസ് അംഗീകരിച്ചെന്ന് പറഞ്ഞത് മനസ്സിലായോ? അപ്പോ ഈ ഇരു രാജ്യങ്ങളും ഭരണഘടനാ അസംബ്ലികൾ സ്ഥാപിക്കണം. സ്വന്തം ഭരണഘടന രാജ്യം അംഗീകരിക്കുന്നത് വരെ രാജ്യത്തിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലായിരിക്കും? ബ്രിട്ടീഷ് രാജാവിന്റെ പ്രതിനിധിയായ ഗവർണർ ജനറലിന് കീഴിലായിരിക്കും. 1947 ഓഗസ്റ്റ് 15 ഇരു രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാൻ ഈ നിയമം പ്രതിപാദിക്കുന്നു. 1947 ഓഗസ്റ്റ് 15 ഇരു രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാൻ ഈ നിയമം പ്രതിപാദിക്കുന്നു. ഒൻപതാമത്തെ പോയിന്റ് എന്താ? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതോടുകൂടി അതുവരെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അധികാരങ്ങളും നിയമങ്ങളും ഔപചാരികമായി അവസാനിക്കുകയും ചെയ്തു. ഓക്കെയാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതോടുകൂടി അതുവരെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അധികാരങ്ങളും നിയമങ്ങളും ഔപചാരികമായി അവസാനിക്കുമെന്നും എന്ത് പറഞ്ഞിരിക്കുന്നു? 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിനകത്ത് പറഞ്ഞിരിക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്ന 9 പോയിന്റുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർക്കുക. ഇനി ഇതിന്റെ ഭാഗമായി നമുക്ക് നോക്കുവാനുള്ളതാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. എന്താണ് മൗണ്ട് ബാറ്റൻ പദ്ധതി? ഇന്ത്യയെ രണ്ടായി വിഭജിക്കുവാൻ തീരുമാനിച്ച പദ്ധതി മൗണ്ട് ബാറ്റൻ പദ്ധതി. ഇന്ത്യയെ 2 രാജ്യങ്ങളായിട്ട് വിഭജിക്കുവാൻ തീരുമാനിച്ച പദ്ധതി ഏതാ? മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ്. മൗണ്ട് ബാറ്റൻ പദ്ധതി നിയമവിധേയമാക്കപ്പെട്ട ആക്ട് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. മൗണ്ട് ബാറ്റൻ പദ്ധതി നിയമവിധേയമാക്കപ്പെട്ട ആക്ട് ഏതാണ്? 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ബാൽക്കൻ പദ്ധതി, ജൂൺ 3 പദ്ധതി, ഡിക്കി ബേർഡ് പദ്ധതി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പദ്ധതി. ബാൽക്കൻ പദ്ധതി, ജൂൺ 3 പദ്ധതി, ഡിക്കി ബേർഡ് പദ്ധതി എന്നീ പേരുകളിൽ അറിയപ്പെട്ടത് ഏതാ? മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ്, ഓർക്കുക. നാലാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടി.കെ. മാധവൻ വൈക്കം സത്യാഗ്രഹത്തിൽ നേതാവായിരുന്നു. കെ.പി. കേശവമേനോൻ ഉണ്ടായിരുന്നു വൈക്കം സത്യാഗ്രഹത്തില്. മന്നത്ത് പത്മനാഭൻ ഉണ്ടായിരുന്നു വൈക്കം സത്യാഗ്രഹത്തില്. ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, അദ്ദേഹം ഉണ്ടായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗം. സി.വി. കുഞ്ഞിരാമൻ ഉണ്ടായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗം. അപ്പൊ ഇതിന്റെ ശരിയായ ഉത്തരം എന്താ? ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞിരിക്കുന്നവരെല്ലാവരും വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കളായിരുന്നു. അപ്പോ വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഏതൊക്കെയായിരുന്നു സുഹൃത്തുക്കളെ? ടി.കെ. മാധവൻ, പി.കെ. കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, സി.വി. കുഞ്ഞിരാമൻ, മറ്റു കുറച്ച് വ്യക്തിത്വങ്ങൾ കൂടിയുണ്ട്. അത് നമ്മുടെ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് മാസം 30 ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണേ. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം എത്രയാ? 1924 മാർച്ച് മാസം 30. സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികളാണ് കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കര്. ഇങ്ങനെ 3 പേരായിരുന്നു. സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികൾ ആരൊക്കെയായിരുന്നു? കുഞ്ഞാപ്പി, ബാഹുലേയൻ, അതുപോലെ ഗോവിന്ദ പണിക്കർ എന്നിവരായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ എന്നറിയപ്പെടുന്നത് ടി.കെ. മാധവൻ, കെ.പി. കേശവമേനോനുമായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ ചോദിച്ചാൽ 2 വ്യക്തിത്വങ്ങളാണ്. ആരൊക്കെയാ? ടി.കെ. മാധവനും കെ.പി. കേശവമേനോനുമായിരുന്നു. എന്നാൽ PSC ഇടയ്ക്ക് വെച്ച് മറ്റു നേതാക്കളെയും ചോദിച്ചിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ. അവരാരൊക്കെയാ? സി.വി. കുഞ്ഞിരാമൻ, കെ. കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വര പിള്ള, കൂരൂർ നീലകണ്ഠ പിള്ള. ഇത്രയും പേരുടെ പേരൂടെ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു വെച്ചേക്കണം. അപ്പോ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ടി.കെ. മാധവനും കെ.പി. കേശവമേനോനുമായിരുന്നു. എന്നാൽ മറ്റു നേതാക്കൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ സി.വി. കുഞ്ഞിരാമനുണ്ട്, കെ. കേളപ്പനുണ്ട്, മന്നത്ത് പത്മനാഭനുണ്ട്, ചങ്ങനാശ്ശേരി പരമേശ്വര പിള്ളയുണ്ട്, അതുപോലെ തന്നെ കൂരൂർ നീലകണ്ഠ പിള്ളയുമുണ്ട്. ഇത്രയും വ്യക്തിത്വങ്ങളുടെ പേരൂടെ സുഹൃത്തുക്കളെ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്.
ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ തെറ്റായിട്ടുള്ള പോയിന്റ് ഒന്ന് ശരിയാക്കി പഠിക്കാൻ പോവുകയാണ്. ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്നറിയപ്പെടുന്നത് വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയില് അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് വെറുതെ ഒരു ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി മാത്രം നടന്ന സത്യാഗ്രഹമാണോ? അല്ല, നമ്മുടെ കേരളത്തിൽ അത് നിലനിന്നിരുന്ന അയിത്തത്തിനെതിരെ നടന്ന സത്യാഗ്രഹമായിരുന്നു എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാ? അത് വൈക്കം സത്യാഗ്രഹമാണ്. പഠിക്കുക. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് നടത്തിയ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് നടത്തിയ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളായിരുന്നു. പലരും തെറ്റിക്കുന്ന പോയിന്റാണ്. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ശ്രീമൂലം തിരുനാളായിരുന്നു. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിഭായി ആയിരുന്നു. തെറ്റരുത്. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരാ സുഹൃത്തുക്കളെ? റാണി സേതു ലക്ഷ്മിഭായി ആയിരുന്നു. ആരുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ, പഠിച്ചോളനെ. ആരുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. അയിത്തത്തിനെതിരായി ടി.കെ. മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം കാക്കിനട സമ്മേളനം. അയിത്തത്തിനെതിരായിട്ട് ടി.കെ. മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? അത് കാക്കിനട സമ്മേളനമായിരുന്നു. ഇതുകൂടെ സുഹൃത്തുക്കളൊന്ന് പഠിച്ചു വെക്കുക. അഞ്ചാമത്തെ ചോദ്യം, റഷ്യൻ വിപ്ലവത്തെ കുറിച്ചുള്ള ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയെന്ന് കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. റഷ്യൻ വിപ്ലവത്തെ കുറിച്ചുള്ള ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയെന്ന് കണ്ടെത്താനാണ്. നമുക്ക് നോക്കാം. പണിമുടക്കുകൾ നടത്താൻ രൂപീകരിച്ച തൊഴിലാളി പ്രതിനിധികളുടെ ഒരു സംഘമായിരുന്നു സോവിയറ്റ്. ശരിയാണ്. കാരണം സോവിയറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളി വിഭാഗമായിരുന്നു കേട്ടോ. അപ്പോ പണിമുടക്കുകൾ നടത്താൻ രൂപീകരിച്ച തൊഴിലാളി പ്രതിനിധികളുടെ ഒരു സംഘമായിരുന്നു എന്ത്? സോവിയറ്റ്. ബോൾഷെവിക്കുകളുടെ അന്തിമ ലക്ഷ്യം സോഷ്യലിസം സ്ഥാപിക്കുക എന്നതല്ല, മറിച്ചൊരു റിപ്പബ്ലിക് സ്ഥാപിക്കുക എന്നതായിരുന്നു. തെറ്റായിരുന്നു കേട്ടോ. അത് അവരുടെ അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് സോഷ്യലിസം സ്ഥാപിക്കുക എന്നത് തന്നെയായിരുന്നു. ലെനിൻ സർക്കാരിന്റെ ആദ്യ പ്രവൃത്തി സമാധാന ഉത്തരവ് അംഗീകരിച്ചതായിരുന്നു. ഇതിലൂടെ റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറി. റഷ്യക്ക് പല പ്രദേശങ്ങളും നഷ്ടപ്പെട്ടു. ഇതും ശരിയാണ് കേട്ടോ. ലെനിൻ സർക്കാരിന്റെ ആദ്യ പ്രവൃത്തി എന്ന് പറയുന്നത് സമാധാന ഉത്തരവ് അംഗീകരിക്കുകയായിരുന്നു. അതിലൂടെ റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറുകയും റഷ്യക്ക് പല പ്രദേശങ്ങളും നഷ്ടപ്പെടുകയും ചെയ്തു. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് വീണുപോയ ഒരേ ഒരു രാജവംശമായിരുന്നു റൊമനോവ് രാജവംശം. തെറ്റാണ്. മറ്റൊട്ടനവധി രാജവംശങ്ങള് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ട് വീണുപോയിരുന്നു. അതിലൊന്നു മാത്രമാണ് ഏത്? റോമനോവ് രാജവംശം. അപ്പൊ ഇത് ശരി ഏതാ സുഹൃത്തുക്കളെ? ഓപ്ഷൻ ബി 1, 3 മാത്രമാണ് ഇവിടെ ശരി. നമുക്ക് റഷ്യൻ വിപ്ലവത്തെ കുറിച്ച് ഒരല്പം നോക്കാം സുഹൃത്തുക്കളെ. വളരെ ഡീപ്പായിട്ടൊന്നും പോകുന്നില്ല, എന്നാലും നമുക്ക് ഒരല്പം നോക്കാനുണ്ട്. റഷ്യൻ വിപ്ലവം. റഷ്യയിലെ ആദിമ നിവാസികൾ അറിയപ്പെട്ടിരുന്ന പേര് സ്ലാവുകൾ. റഷ്യയിലെ ആദിമ നിവാസികൾ അറിയപ്പെട്ടിരുന്ന പേരെന്താ? സ്ലാവുകൾ എന്ന്. റഷ്യൻ ചക്രവർത്തിമാർ അറിയപ്പെട്ടിരുന്നത് സാർ എന്നാണ്. അവരുടെ കൊട്ടാരമാണെങ്കിലോ ക്രെമലിൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. റഷ്യൻ ചക്രവർത്തിമാർ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? സാർ ചക്രവർത്തിമാർ എന്നായിരുന്നു. അവരുടെ കൊട്ടാരം അറിയപ്പെട്ടിരുന്ന പേരെന്താ? ക്രെമലിൻ എന്നായിരുന്നു. ആധുനിക റഷ്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് പീറ്റർ ചക്രവർത്തി. ആധുനിക റഷ്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാ? പീറ്റർ ചക്രവർത്തിയാണ്. സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരം സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ പീറ്റർ ചക്രവർത്തിയാണ്. സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരം സ്ഥാപിച്ചതാരാണ്? പീറ്റർ ചക്രവർത്തിയാണ്. വാം വാട്ടർ പോളിസി എന്നറിയപ്പെടുന്നത് പീറ്റർ ചക്രവർത്തിയുടെ വിദേശ നയം. ഇമ്പോർട്ടന്റ് ആണ്. വാം വാട്ടർ പോളിസി എന്നറിയപ്പെടുന്നത് പീറ്റർ ചക്രവർത്തി കൊണ്ടുവന്ന വിദേശ നയമായിരുന്നു. റഷ്യൻ പ്രഭുക്കന്മാരുടെ പേരും പിന്നീട് റഷ്യൻ പാർലമെന്റിന്റെ പേരായി മാറിയ പദം എന്ന് ചോദിച്ചാൽ അത് ഡ്യൂമയാണ്. ചോദിച്ചിട്ടുണ്ട് PSC. ഇമ്പോർട്ടന്റ് ആണ്. റഷ്യൻ പ്രഭുക്കന്മാരുടെ പേരായിരുന്നു ആദ്യകാലത്ത്. അതിനുശേഷം റഷ്യൻ പാർലമെന്റിന്റെ തന്നെ പേരായി മാറിയ പദം ഏതാണ്? ഡ്യൂമയാണ്. ക്രിമിയൻ യുദ്ധം നടന്ന വർഷം 1854 മുതൽ 1856 വരെ. ക്രിമിയൻ യുദ്ധം നടന്ന വർഷം 1854 മുതൽ 1856 വരെ ആയിരുന്നു. ക്രിമിയൻ യുദ്ധത്തിൽ റഷ്യക്കെതിരെ പോരാടിയ രാജ്യങ്ങളായിരുന്നു ബ്രിട്ടൻ, ഫ്രാൻസ്, ആസ്ട്രിയ. ഇമ്പോർട്ടന്റ് ആണ്. ക്രിമിയൻ യുദ്ധത്തിൽ റഷ്യക്കെതിരെ പോരാടിയ രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ബ്രിട്ടൻ,
ഫ്രാൻസ്, ആസ്ട്രിയ എന്നിവയായിരുന്നു. ക്രിമിയൻ യുദ്ധത്തിന് കാരണം ചോദിച്ചാൽ ബാൽക്കൻ നയമാണ്. ഇമ്പോർട്ടന്റ് ആണ്. ക്രിമിയൻ യുദ്ധത്തിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ ബാൽക്കൻ നയമാണ്. ക്രിമിയൻ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി 1856 പാരീസ് ഉടമ്പടി. ക്രിമിയൻ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്? 1856 പാരീസ് ഉടമ്പടിയാണ്. വിളക്കേന്തിയ വനിത എന്നറിയപ്പെടുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആണ്. വിളക്കേന്തിയ വനിത എന്നറിയപ്പെടുന്നത് ആരാണ്? ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആണ്. ഓർക്കുക. റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1917. റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1917. റഷ്യൻ വിപ്ലവത്തിന്റെ സമുന്നത നേതാവ് എന്നറിയപ്പെടുന്നത് വ്ളാഡിമർ ലെനിൻ ആണ്. ഓർത്തോളനെ. റഷ്യൻ വിപ്ലവത്തിന്റെ സമുന്നത നേതാവ് എന്നറിയപ്പെടുന്നത് ആരാ? വ്ളാഡിമർ ലെനിൻ ആണ്. ഇസ്കാര എന്ന പത്രം ആരംഭിച്ചത് വ്ളാഡിമർ ലെനിനാണ്. ഓർത്തോളനെ. ഇസ്കര എന്ന പത്രം ആരംഭിച്ചത് ലെനിനാണ്. റഷ്യൻ വിപ്ലവത്തിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ പാർട്ടി റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി. ചോദിക്കും. ഇമ്പോർട്ടന്റ് ആണ്. റഷ്യൻ വിപ്ലവത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് ചോദിച്ചാൽ റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി. റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ രണ്ട് വിഭാഗങ്ങളായിരുന്നു ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളും. ഓർക്കണേ. റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ലേബർ പാർട്ടിയുടെ രണ്ട് പ്രധാനപ്പെട്ട വിഭാഗങ്ങളായിരുന്നു ബോൾഷെവിക്കുകളും അതുപോലെ മെൻഷെവിക്കുകളും എന്നുള്ളതും ഓർക്കുക. റഷ്യൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യമായിരുന്നു കൃഷിഭൂമി കർഷകന്, പട്ടിണിക്കാർക്ക് ഭക്ഷണം, അധികാരം തൊഴിലാളികൾക്ക്, സമാധാനം എല്ലാവർക്കും. റഷ്യൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? കൃഷിഭൂമി കർഷകന്, പട്ടിണിക്കാർക്ക് ഭക്ഷണം, അധികാരം തൊഴിലാളികൾക്ക്, സമാധാനം എല്ലാവർക്കും. രക്തരൂക്ഷിതമായ ഞായറാഴ്ച റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രീവിയസ് ആയി ചോദിച്ചതാണ്. രക്തരൂക്ഷിതമായിട്ടുള്ള ഞായറാഴ്ച റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓർക്കുക. റഷ്യൻ വിപ്ലവ സമയത്ത് റഷ്യൻ ഭരണാധികാരിയായിരുന്നു ചോദിച്ചാൽ അത് നിക്കോളാസ് രണ്ടാമൻ. റഷ്യൻ വിപ്ലവ കാലത്ത് റഷ്യൻ ഭരണാധികാരി ആരായിരുന്നു? നിക്കോളാസ് രണ്ടാമനായിരുന്നു. നിക്കോളാസ് രണ്ടാമൻ അധികാരത്തിൽ നിന്നും പുറത്താക്കിയ വിപ്ലവം എന്ന് ചോദിച്ചാൽ ഫെബ്രുവരി വിപ്ലവം. ഇമ്പോർട്ടന്റ് ആണ്. നിക്കോളാസ് രണ്ടാമനെ അധികാരത്തിൽ നിന്നും പുറത്താക്കിയ വിപ്ലവം എന്നറിയപ്പെടുന്നത് ഫെബ്രുവരി വിപ്ലവമാണ്. ഫെബ്രുവരി വിപ്ലവം നടന്ന വർഷം 1917 മാർച്ച് മാസം 12 ഫെബ്രുവരി വിപ്ലവം നടന്ന വർഷം 1917 മാർച്ച് മാസം 12 ഫെബ്രുവരി വിപ്ലവത്തിന്റെ ഭാഗമായി അധികാരത്തിലെത്തപ്പെട്ട ഗവൺമെന്റ് തലവനായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് അലക്സാണ്ടർ കെറൻസ്കി ആണ്. ഓർത്തോളനെ. ഫെബ്രുവരി വിപ്ലവത്തിന്റെ ഭാഗമായി അധികാരത്തിലെത്തപ്പെട്ട ഗവൺമെന്റ് തലവൻ എന്ന് ചോദിച്ചാൽ അലക്സാണ്ടർ കെറൻസ്കി ആണ്. കെറൻസി അധികാരം നഷ്ടപ്പെടുത്തുന്നതിന് കാരണമായ വിപ്ലവം ഒക്ടോബർ വിപ്ലവം. അപ്പോ അലക്സാണ്ടർ കെറൻസ്കിയുടെ അധികാരം നഷ്ടപ്പെടുത്തുന്നതിന് മറ്റൊരു വിപ്ലവം നടന്നു. അതിന്റെ പേരെന്താ? അതാണ് ഒക്ടോബർ വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. ഒക്ടോബർ വിപ്ലവം നടന്ന വർഷം 1917 നവംബർ 7 ആണ്. ശ്രദ്ധിച്ചോളെ. ഒക്ടോബർ വിപ്ലവം നടന്ന വർഷം 1917 നവംബർ 7 ആണ്. ഓർക്കുക. ബോൾഷെവിക് വിപ്ലവം എന്ന് അറിയപ്പെടുന്നത് ഒക്ടോബർ വിപ്ലവം. ഇമ്പോർട്ടന്റ് ആണ്. ബോൾഷെവിക് വിപ്ലവം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഒക്ടോബർ വിപ്ലവമാണ്. ബോൾഷെവിക് വിപ്ലവത്തെ തുടർന്ന് അധികാരത്തിലെത്തിയ ശക്തനായ നേതാവാരെന്ന് ചോദിച്ചാൽ അത് ലെനിനാണ്. ഇവിടെ നിന്ന് PSC ചോദിച്ചത് ലെനിൻ ഏത് പാർട്ടിയുടെ ഭാഗമായിരുന്നു ചോദിച്ചാല് അദ്ദേഹം ബോൾഷെവിക്കിന്റെ ഭാഗമായിരുന്നു. ബോൾഷെവിയിലെ ശക്തനായ നേതാവായിരുന്നു ആര്? ലെനിൻ. അങ്ങനെ അദ്ദേഹം ഒക്ടോബർ വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? റഷ്യയുടെ ശക്തനായ നേതാവായിട്ട് എന്ത് ചെയ്തു? അധികാരത്തിൽ വരികയും ചെയ്തു. ചുവപ്പ് കാവൽ സേന രൂപീകരിച്ച നേതാവ് ലെനിനാണ്. ഇമ്പോർട്ടന്റ് ആണ്. ചുവപ്പ് കാവൽ സേന രൂപീകരിച്ച നേതാവ് ആരാണ്? ലെനിനാണ്. സോവിയറ്റ് യൂണിയൻ രൂപീകൃതമായ വർഷം 1922. ഇമ്പോർട്ടന്റ് ആണ്. സോവിയറ്റ് യൂണിയൻ രൂപീകൃതമായ വർഷം 1922. സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ട വർഷം 1991. എന്നിട്ട് അത് എന്തായിട്ട് മാറി? റഷ്യ എന്നറിയപ്പെടുന്ന ഇപ്പോഴത്തെ രാജ്യമായി മാറി കേട്ടോ. അപ്പൊ സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ട വർഷം 1991. അതിനുശേഷം അവർ എന്തായിട്ട് മാറി? റഷ്യ എന്ന് പറഞ്ഞ ഒറ്റ രാജ്യമായിട്ട് മാറി. റഷ്യൻ വിപ്ലവത്തിന് കാരണക്കാരനായ കപട സന്യാസി എന്നറിയപ്പെടുന്നത് ഗ്രിഗറി റാസ്പുട്ടിൻ ആണ്. ഓർത്തോളനെ. റഷ്യൻ വിപ്ലവത്തിന് കാരണക്കാരനായ കപട സന്യാസി എന്നറിയപ്പെടുന്നത് ആരാണ്? ഗ്രിഗറി റാസ്പുട്ടിൻ ആണ്. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ലിയോ ടോൾസ്റ്റോയി ആണ്. പ്രീവിയസ് ആണ്. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാ? ലിയോ ടോൾസ്റ്റോയി ആണ്. സെന്റ് പീറ്റേഴ്സ്ബർഗ് വിപ്ലവത്തിൽ സഖ്യത്തിൽ പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് മരണശിക്ഷ വിധിക്കുകയും ശിക്ഷയിൽ ഇളവ് ലഭിച്ച് സൈബീരിയയിലേക്ക് നാടുകടത്തപ്പെട്ട റഷ്യൻ സാഹിത്യകാരൻ
ഫെഡിയാൻ ദസ്തോവ്സ്കിയാണ്. ഓർത്തോളനെ സെന്റ് പീറ്റേഴ്സ്ബർഗില് വിപ്ലവ സഖ്യത്തിൽ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് മരണശിക്ഷ വിധിക്കപ്പെടുകയും അതിനുശേഷം ശിക്ഷയിൽ ഇളവ് ലഭിച്ച് സൈബീരിയയിലേക്ക് നാടുകടത്തപ്പെട്ട റഷ്യൻ സാഹിത്യകാരനാരെന്ന് ചോദിച്ചാൽ അത് ഫ്യോദർ ദസ്തോവ്സ്കിയാണ്. അതുകൂടെ ഒന്ന് ഓർക്കുക. ആറാമത്തെ ചോദ്യം, കേരള ചരിത്രത്തെ കുറിച്ചുള്ള സ്രോതസ്സുകളെ കുറിച്ചുള്ള ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച തുഫത്തുൽ മുജാഹിദീൻ പോർച്ചുഗീസ് കാലഘട്ടത്തിലെ രാഷ്ട്രീയ ചരിത്രമാണ് കൈകാര്യം ചെയ്യുന്നത്. ശരി തന്നെയാണ്. 16-ാം നൂറ്റാണ്ടില് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളും അതുപോലെ തന്നെ പോർച്ചുഗീസുകാരും തമ്മിലുണ്ടായിരുന്ന സംഘർഷങ്ങളെ പറ്റി ഷെയ്ഖ് സൈനുദ്ദീൻ തന്റെ തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച തുഫത്തുൽ മുജാഹിദീൻ പോർച്ചുഗീസ് കാലഘട്ടത്തിലെ രാഷ്ട്രീയ ചരിത്രമാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോ ഓപ്ഷൻ 1 എന്ന് പറയുന്നത് ശരി തന്നെയാണ്. രണ്ടാമത്തെ പോയിന്റ്, കേരളത്തെ കുറിച്ചുള്ള പരാമർശം ഉൾക്കൊള്ളുന്ന ആദ്യത്തെ സംസ്കൃത കൃതിയാണ് കൗടില്യന്റെ അർത്ഥശാസ്ത്രം. അത് തെറ്റാണ് കേട്ടോ. ആ പോയിന്റ് തെറ്റാണ്. ശരിയായ ഉത്തരം ഏതാണ്? ഐതരേണ്യ ആരണ്യകം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഈ പുസ്തകമാണ് ഈ കേരളത്തെ കുറിച്ച് ഇപ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന രേഖകൾ തന്നിട്ടുള്ള സംസ്കൃത കൃതി എന്ന് പറയുന്നത്. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചോളണം. അപ്പോ ഈ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. മൂന്നാമത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദിവസേനയുള്ള പൂജകൾ നടത്തുന്നതിന് ടിപ്പു സുൽത്താൻ വാർഷിക ഗ്രാന്റ് അനുവദിച്ചതായി ക്ഷേത്രരേഖകൾ തെളിയിക്കുന്നു. ശരിയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തില് ദിവസേനയുള്ള പൂജകൾ നടത്തുന്നതിനായി ടിപ്പു സുൽത്താൻ എന്ത് ചെയ്തിട്ടുണ്ട്? വാർഷിക ഗ്രാന്റ് അനുവദിച്ചതായിട്ട് ക്ഷേത്രരേഖകൾ അഥവാ ഗുരുവായൂർ ക്ഷേത്ര രേഖകളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും ശരി തന്നെയാണ്. നാലാമത്തെ പോയിന്റ്, 14-ാം നൂറ്റാണ്ടിൽ കൊല്ലം സന്ദർശിച്ച സ്പാനിഷ് സഞ്ചാരികളായിരുന്നു മാർക്കോ പോളോയും നിക്കോളാ കോണ്ടിയും. ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഇവിടെ തന്നെ നമുക്ക് തെറ്റാണെന്ന് പറയാം. കാര്യം മാർക്കോ പോളോ എന്ന് പറയുന്നത് സ്പാനിഷ് സഞ്ചാരിയല്ല, അദ്ദേഹം ഇറ്റാലിയൻ സഞ്ചാരിയാണ് കേട്ടോ. അപ്പൊ ഇറ്റാലിയൻ സഞ്ചാരിയാണ് ആര്? മാർക്കോ പോളോ. പക്ഷെ നിക്കോളാസ് കോണ്ടി എന്ന് പറയുന്നത് സ്പാനിഷ് സഞ്ചാരി തന്നെയാണ്. അപ്പൊ ആ നാലാമത്തെ പോയിന്റും അവിടെ തെറ്റിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ ശരിയായ ഉത്തരം ഇവിടെ ഏതാ? തെറ്റേതെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2ഉം 4ഉം മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഉദ്യോഗാർത്ഥികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായ ഒരു പോയിന്റ് ആണ്. അല്പം ഒന്ന് കേരള ചരിത്രത്തെ കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോ ആ കേരളവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചരിത്ര രേഖകൾ നമുക്കൊന്ന് നോക്കാം. കേരളത്തെ പറ്റി പ്രതിപാദിക്കുന്ന പ്രാചീന പുസ്തകങ്ങൾ: ഷെയ്ഖ് സൈനുദ്ദീന്റെ തുഫത്തുൽ മുജാഹിദീൻ. ഷെയ്ഖ് സൈനുദ്ദീന്റെ തുഫത്തുൽ മുജാഹിദീൻ കേരളത്തിലെ പോർച്ചുഗീസ് കാലഘട്ടത്തിലെ രാഷ്ട്രീയ ചരിത്രമാണ് ഈ കൃതിയിൽ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 16-ാം നൂറ്റാണ്ടിലെ മുസ്ലിങ്ങളും അതുപോലെ തന്നെ പോർച്ചുഗീസുകാരും കേരളത്തിൽ നടന്ന സംഘർഷത്തെ പറ്റിയാണ് എന്തിൽ പറഞ്ഞിരിക്കുന്നത്? ഷെയ്ഖ് സൈനുദ്ദീന്റെ തുഫത്തുൽ മുജാഹിദീനിൽ പറഞ്ഞിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്ര രേഖകൾ. ടിപ്പു സുൽത്താൻ ക്ഷേത്രത്തിൽ ദിവസേനയുള്ള പൂജകൾക്കായി വാർഷിക വഴിപാട് നടത്തിയതിന് തെളിവുകൾ ഈ രേഖകൾ നൽകുന്നു. ഏതാണ്? ഗുരുവായൂർ ക്ഷേത്രരേഖകൾ. അപ്പോ ഗുരുവായൂർ ക്ഷേത്രരേഖകൾ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ടിപ്പു സുൽത്താൻ ക്ഷേത്രത്തിൽ ദിവസേനയുള്ള പൂജയ്ക്കായിട്ട് വാർഷിക വഴിപാടുകൾ നടത്തിയതിന് തെളിവുകൾ എന്തിനകത്തുണ്ട്? ഗുരുവായൂർ ക്ഷേത്രരേഖകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അടുത്തതാണ് ഉത്കണ്ഠ ശാസ്ത്രിയുടെ കോകില സന്ദേശം. ഉത്കണ്ഠ ശാസ്ത്രിയുടെ കോകില സന്ദേശം ഈ കൃതിയിൽ 15-ാം നൂറ്റാണ്ടിലെ കോഴിക്കോട് തുറമുഖത്തെയും മാമാങ്കം ഉത്സവത്തെ കുറിച്ചും പരാമർശിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്. ഉത്കണ്ഠ ശാസ്ത്രിയുടെ കോകില സന്ദേശത്തിൽ പറയുന്നത് എന്തൊക്കെയാ? ഒന്ന്, 15-ാം നൂറ്റാണ്ടിലെ കോഴിക്കോട് തുറമുഖത്തെ പറ്റിയും അതുപോലെ തന്നെ മാമാങ്കം ഉത്സവത്തെ പറ്റിയും പ്രതിപാദിക്കുന്നു. ഓർക്കുക. അടുത്തതായി നമുക്ക് നോക്കുവാനുള്ളതാണ് കാളിദാസന്റെ രഘുവംശം. പരശുരാമനെയും കേരളത്തെയും കുറിച്ചുള്ള ഇതിഹാസങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന കാളിദാസന്റെ കൃതിയാണ് രഘുവംശം എന്നുള്ളത്. ഏറ്റവും കൂടുതൽ PSC ചോദിച്ചിട്ടുള്ള കൃതിയാണ് കേട്ടോ. അപ്പൊ അടുത്തൊരു എക്സാമിന് പ്രതീക്ഷിക്കാം. കാളിദാസന്റെ രഘുവംശം എന്ന് പറയുന്ന കൃതിയുടെ പ്രത്യേകത എന്താ? പരശുരാമനെയും കേരളത്തെയും കുറിച്ചുള്ള ഇതിഹാസങ്ങളെ കുറിച്ച് പരാമർശങ്ങളുള്ള കൃതിയാണ് ഏത്? രഘുവംശം എന്നുള്ള കൃതി. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ വീര കേരള പ്രശസ്തി. തിരുവിതാംകൂർ ഭരണാധികാരികളെ മഹത്വപ്പെടുത്തുന്ന കൃതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ വീര കേരള പ്രശസ്തിയാണ്. ഓർത്തോളനെ, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ വീര കേരള പ്രശസ്തി എന്ന പുസ്തകത്തിന്റെ പ്രത്യേകത എന്താ? തിരുവിതാംകൂർ ഭരണാധികാരികളെ മഹത്വപ്പെടുത്തിയ കൃതിയാണ് ഏത്? മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ വീര കേരള പ്രശസ്തി എന്നുള്ളത്.
അടുത്തതാണ് അതുലന്റെ മൂഷിക വംശം. ഇതും PSC ചോദിക്കുന്നതാണ്. അതുലന്റെ മൂഷിക വംശം 11ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഈ കൃതിയിൽ മൂഷിക രാജവംശത്തിന്റെ ചരിത്രം വിശദമായി പ്രതിപാദിക്കുന്നു. അതുലന്റെ മൂഷിക വംശത്തിന്റെ പ്രത്യേകത എന്താ? 11ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട കൃതിയായിരുന്നു അതുലന്റെ മൂഷിക വംശം. ഇതിൽ മൂഷിക രാജവംശത്തിന്റെ ചരിത്രം വിശദമായിട്ട് പ്രതിപാദിക്കുന്നു. അടുത്തതാണ് ഐതരേണ്യ ആരണ്യകം. ഇതാണ് നമ്മൾ പറഞ്ഞത് ഐതരേണ്യ ആരണ്യകം. കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃത കൃതി എന്നറിയപ്പെടുന്നത് ഐതരേയ ആരണ്യകമാണ്. അപ്പോ കേരളത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃത കൃതി ഏതാ? ഐതരേയ ആരണ്യകമാണ്. അതുപോലെ തന്നെ ഓർത്തിരിക്കുന്നതാണ് അതുലന്റെ മൂഷിക വംശത്തിലെ കേരളത്തിന്റെ ഭാഗമായി വരുന്ന കോലത്ത് നാടിനെ പറ്റിയും പ്രതിപാദിക്കുന്നുണ്ട് കേട്ടോ. അത് വിട്ടുപോയത് കൊണ്ട് ആടിയതാണ്. അതുലന്റെ മൂഷിക വംശത്തിൽ തന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ് കൂടെ വരുന്നുണ്ട്. കേരളത്തിന്റെ ഭാഗമായിരുന്ന കോലത്ത് നാടിനെ പറ്റി പ്രതിപാദിക്കുന്ന കൃതി എന്ന് ചോദിച്ചാൽ അതേതാണ്? അതുലന്റെ മൂഷിക വംശമാണ്. അടുത്തതാണ് ചാതക സന്ദേശം. ഏതാണ്? ചാതക സന്ദേശം. തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയതിനെ കുറിച്ച് പരാമർശിക്കുന്ന സന്ദേശകാവ്യം എന്ന് ചോദിച്ചാൽ അത് ചാതക സന്ദേശമാണ്. അപ്പോ ചാതക സന്ദേശത്തിന്റെ പ്രത്യേകത എന്താ? തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയതിനെ കുറിച്ച് പരാമർശിക്കുന്ന സന്ദേശകാവ്യമാണ് ചാതക സന്ദേശം. അടുത്തതാണ് കാടാഞ്ചേരി നമ്പൂതിരിയുടെ മാമാങ്കം കിളിപ്പാട്ട്. എന്തായിരിക്കും പ്രത്യേകത? മാമാങ്കത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. കാടാഞ്ചേരി നമ്പൂതിരിയുടെ മാമാങ്കം കിളിപ്പാട്ടിൽ എന്താ പ്രത്യേകത? മാമാങ്കത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അടുത്തതാണ് ദേവരാജന്റെ ബാലമാർത്താണ്ഡ വിജയം. മാർത്താണ്ഡവർമ്മയുടെ തൃപ്പടിദാനത്തെ പറ്റി പ്രതിപാദിക്കുന്ന ദേവരാജന്റെ കൃതിയാണ് ബാലമാർത്താണ്ഡ വിജയം എന്നുള്ളത്. അപ്പൊ ദേവരാജന്റെ ബാലമാർത്താണ്ഡ വിജയം എന്നുള്ള പുസ്തകത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? മാർത്താണ്ഡവർമ്മ നടത്തിയ തൃപ്പടിദാനത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. അടുത്തതാണ് കപിലരുടെ പതിറ്റുപത്ത്. കപിലരുടെ പതിറ്റുപത്ത് ചേര രാജാക്കന്മാരെ കുറിച്ച് പ്രകീർത്തനം അടങ്ങിയ സംഘകാല കൃതി എന്ന് ചോദിച്ചാൽ കപിലരുടെ പതിറ്റുപത്താണ്. ഓർത്തോളനെ, കപിലരുടെ പതിറ്റുപത്തിന്റെ പ്രത്യേകത എന്താണ്? ചേര രാജാക്കന്മാരെ കുറിച്ചുള്ള പ്രകീർത്തനം അടങ്ങിയ സംഘകാല കൃതി എന്ന് ചോദിച്ചാൽ അത് കപിലരുടെ പതിറ്റുപത്താണ്. അടുത്തതാണ് തേവർച്ചിരി കുമാരന്റെ ഉണ്ണിയച്ചി ചരിതം. എന്താ ഉണ്ണിയച്ചി ചരിതത്തിന്റെ പ്രത്യേകത? കേരളത്തിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തെ പറ്റി പരാമർശിക്കുന്ന ഗ്രന്ഥം എന്ന് ചോദിച്ചാൽ ഇനി ഓർത്തോളണം, തേവർച്ചിരി കുമാരൻ എഴുതിയ ഉണ്ണിയച്ചി ചരിതമാണ്. ഒന്നുകൂടെ ഓർക്കണേ, തേവർച്ചിരി കുമാരന്റെ ഉണ്ണിയച്ചി ചരിതത്തിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? കേരളത്തിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തെ പറ്റിയാണ് പരാമർശിച്ചിരുന്നത്. ഖാസി മുഹമ്മദിന്റെ മൊഹുദ്ദീൻ മാല. ഖാസി മുഹമ്മദിന്റെ മൊഹിയുദ്ദീൻ മാല 18ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അറബി മലയാളം കൃതി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഖാസി മുഹമ്മദിന്റെ മൊഹിയുദ്ദീൻ മാലയാണ്. ഇതും PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഖാസി മുഹമ്മദിന്റെ മൊഹിയുദ്ദീൻ മാല എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താ? 18ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അറബി മലയാളം കൃതിയാണ് ഖാസി മുഹമ്മദിന്റെ മൊഹിയുദ്ദീൻ മാല എന്ന് പറയുന്നത്. അടുത്തതാണ് പുത്തൻ പാന. പുത്തൻ പാനയുടെ പ്രത്യേകത എന്താണ്? ഈ കൃതി 17ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടു എന്ന് കരുതപ്പെടുന്നു. 17ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട കൃതിയാണ് പുത്തൻ പാന എന്നുള്ളത്. അതുകൂടെ ഒന്ന് ഓർക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് കേരളം സന്ദർശിച്ച വിദേശ സഞ്ചാരികളെ പറ്റിയിട്ടാണ്. ഇമ്പോർട്ടന്റ് ആണ് കേരളം സന്ദർശിച്ച വിദേശ സഞ്ചാരികൾ. മെഗസ്തനിസിസ് കേരളത്തെ സംബന്ധിച്ച വിവരങ്ങൾ നൽകിയ ആദ്യ വിദേശ സഞ്ചാരിയാണെന്ന് ചോദിച്ചാൽ അത് മെഗസ്തനിസിസ് ആണ് കേട്ടോ. മെഗസ്തനിസിന്റെ പ്രത്യേകത എന്താ? കേരളത്തെ സംബന്ധിച്ച വിവരങ്ങൾ ആദ്യമായിട്ട് നൽകിയ വിദേശ സഞ്ചാരിയായിരുന്നു ചോദിച്ചാൽ അത് മെഗസ്തനിസിസ് ആണ്. അതുപോലെ രണ്ടാമത്തെ വ്യക്തിത്വമാണ് ഹിപ്പാലസ്. ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിക്കുന്നതാണ് ഹിപ്പാലസ്. മൺസൂൺ കാറ്റിന്റെ ദിശ കണ്ടുപിടിച്ച് കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ AD 45-ലെത്തിയ നാവികനാണ് ഹിപ്പാലസ്. ഇങ്ങനെ തന്നെ പഠിച്ചോളനെ. ഹിപ്പാലസിന്റെ പ്രത്യേകത എന്താ? മൺസൂൺ കാറ്റിന്റെ ദിശ കണ്ടുപിടിച്ച് കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ AD 45-ലെത്തിയ നാവികനാണ് ഹിപ്പാലസ്. അടുത്തതാണ് മാലിക് ബിൻ ദിനാർ. ആരാണ്? മാലിക് ബിൻ ദിനാർ എന്നുള്ളത് കേരളം സന്ദർശിച്ച ആദ്യത്തെ അറബി സഞ്ചാരിയായിരുന്നു ചോദിച്ചാൽ അത് മാലിക് ബിൻ ദിനാർ ആണ് കേട്ടോ. കേരളം സന്ദർശിച്ച ആദ്യത്തെ അറബി സഞ്ചാരി ആരാ? മാലിക് ബിൻ ദിനാർ ആണ്. അടുത്തതാണ് അക്തനേഷ്യസ് നികിതിൻ. ആരാണ്? അക്തനേഷ്യസ് നികിതിൻ. കേരളം സന്ദർശിച്ച ആദ്യത്തെ റഷ്യൻ സഞ്ചാരിയായിരുന്നു ചോദിച്ചാൽ അത് അക്തനേഷ്യസ് നികിതിൻ ആണ്. ഓർത്തോളണേ,
അത്തനേഷ്യസ് നികിതന്റെ പ്രത്യേകത എന്താ? കേരളം സന്ദർശിച്ച ആദ്യത്തെ റഷ്യൻ സഞ്ചാരിയാണ് അത്തനേഷ്യസ് നികിതൻ എന്നുള്ളത് അതുകൂടെ ഒന്ന് ഓർക്കുക. അടുത്തതാണ് മാസ്റ്റർ റാഫിച്ച്. മാസ്റ്റർ റാഫിച്ചിന്റെ പ്രത്യേകത എന്താ? കേരളത്തിൽ ആദ്യമായി എത്തിയ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മാസ്റ്റർ റാൽഫിച്ച് ആണ് കേട്ടോ. ഓർത്തോളെ, മാസ്റ്റർ റാൽഫിച്ചിന്റെ പ്രത്യേകത എന്താണ്? കേരളത്തിൽ ആദ്യമായി എത്തിയ ഇംഗ്ലീഷുകാരൻ ആരെന്ന് ചോദിച്ചാൽ അത് മാസ്റ്റർ റാൽഫിച്ച് ആണ്. ക്യാപ്റ്റൻ കീലിംഗ്. വ്യാപാരത്തിനായി കേരളത്തിലെത്തിയ ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരെന്ന് ചോദിച്ചാൽ ക്യാപ്റ്റൻ കീലിംഗ് ആണ്. തമ്മിൽ തെറ്റിപ്പോവല്ലേ. ക്യാപ്റ്റൻ കീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപാരത്തിനായിട്ട് കേരളത്തിലെത്തിയ ആദ്യത്തെ ഇംഗ്ലീഷുകാരനാണെങ്കിൽ മാസ്റ്റർ റാഫിച്ചിന്റെ പ്രത്യേകത എന്താ? കേരളത്തിൽ ആദ്യമായി എത്തിയ ഇംഗ്ലീഷുകാരൻ ആരെന്ന് ചോദിച്ചാൽ അദ്ദേഹം സഞ്ചാരിയാണ്. അദ്ദേഹം അങ്ങനെ സഞ്ചരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ആദ്യമായിട്ട് കേരളത്തിലെത്തി. അങ്ങനെ കേരളത്തിലെത്തിയ ആദ്യത്തെ സഞ്ചാരി ആരെന്ന് ചോദിച്ചാൽ മാസ്റ്റർ റാൽഫിച്ച് ആണ്. അടുത്തതാണ് ഇദ്രീസ് യാക്കൂബ്. ആരൊക്കെയാണ്? ഇദ്രീസ് യാക്കൂബ്. കേരളത്തിലെ സമുദ്ര തീര നഗരങ്ങളെ കുറിച്ചും ജനങ്ങളുടെ ജീവിത സമ്പ്രദായത്തെ കുറിച്ചും വിവരിച്ച വിദേശികൾ ആരെന്ന് ചോദിച്ചാൽ ഇദ്രിസിയും യാക്കൂബുമാണ്. ശ്രദ്ധിച്ചോളണേ, ഇദ്രിസിയും യാക്കൂബിന്റെ പ്രത്യേകത എന്താ? കേരളത്തിലെ സമുദ്ര തീര നഗരങ്ങളെ കുറിച്ച് ജനങ്ങളുടെ ജീവിത സമ്പ്രദായത്തെ കുറിച്ചും വിവരങ്ങൾ നൽകിയ വിദേശി ആരെന്ന് ചോദിച്ചാൽ അത് ഇദ്രിസും അതുപോലെ തന്നെ യാക്കൂബുമാണ്. അടുത്തതാണ് ഇബ്നി ബത്തൂത്ത. നമുക്ക് എല്ലാവർക്കും അറിയാം ഇബ്നി ബത്തൂത്ത. ഏറ്റവും കൂടുതൽ തവണ കേരളം സന്ദർശിച്ച വിദേശ സഞ്ചാരി എന്നറിയപ്പെടുന്നത് ഇബ്നി ബത്തൂത്തയാണ്. ഏറ്റവും കൂടുതൽ തവണ കേരളം സന്ദർശിച്ച വിദേശ സഞ്ചാരി ആരാണ്? ഇബ്നി ബത്തൂത്തയാണ്. അടുത്തതാണ് ഫ്രിയർ ജോർദാനസ്. ആരാണ്? ഫ്രിയർ ജോർദാനസ്. കേരളത്തിൽ മരുമക്കത്തായത്തെ കുറിച്ച് ആദ്യ സൂചന നൽകിയ സഞ്ചാരി ഫ്രിയർ ജോർദാനസ് ആണ്. കേരളത്തിലെ മരുമക്കത്തായത്തെ കുറിച്ച് ആദ്യമായി സൂചനകൾ നൽകിയ വിദേശ സഞ്ചാരി ആരാ? ഫ്രിയർ ജോർദാനസ് ആണ്. അതുകൂടെ ഒന്ന് ഓർക്കുക. ഏഴാമത്തെ ചോദ്യം, നിസ്സഹകരണ പ്രസ്ഥാനത്തെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. 1920 ആഗസ്റ്റ് 1 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. ശരിയാണ്. 1920 ആഗസ്റ്റ് 1 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. ഹിന്ദുക്കൾക്കിടയിലെ തൊട്ടുകൂടായ്മ നീക്കം ചെയ്യലും ഹിന്ദു മുസ്ലിം ഐക്യം പ്രോത്സാഹിപ്പിക്കലും പരിപാടികളുടെ ഭാഗമായിരുന്നു. ശരിയാണ്. ഹിന്ദുക്കൾക്കിടയിലെ തൊട്ടുകൂടായ്മ നീക്കം ചെയ്യലും ഹിന്ദു മുസ്ലിം ഐക്യം പ്രോത്സാഹിപ്പിക്കലുമായിരുന്നു പ്രധാനപ്പെട്ട നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമെന്നും അല്ലെങ്കിൽ പരിപാടിയുടെ ഭാഗം എന്നുള്ളത്. ഏതു വിധേനയും സ്വയംഭരണം നേടിയെടുക്കുക എന്നതായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. തെറ്റാണ്. ഏതു വിധേനയും സ്വയംഭരണം നേടിയെടുക്കുക എന്നുള്ളതല്ല നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്നുള്ളത് ഓർക്കുക. ചൗരി ചൗര സംഭവം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ചു. ചൗരി ചൗര സംഭവം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ചു. അതും ശരി തന്നെയാണ്. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ ആണ്. 1, 2, 4 മാത്രമാണ് ശരി. ഏതു വിധേനയും സ്വയംഭരണം നേടിയെടുക്കുക എന്നതായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമെങ്കിൽ ചൗരി ചൗര സംഭവം നടക്കുമ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കില്ലായിരുന്നു കേട്ടോ. അപ്പൊ അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചോളണം. അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് നോക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം എന്നാ ചോദിച്ചിരിക്കുന്നത്. ഏതാ സുഹൃത്തുക്കളെ? ദേശീയ പ്രക്ഷോഭം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം നിസ്സഹകരണ സമരമാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ പറ്റി നമുക്ക് നോക്കാം. 1920 കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചത് ഗാന്ധിജി. ഇങ്ങനെ തന്നെ പഠിച്ചോളണേ. 1920 കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ഗാന്ധിജിയാണ്. ഇവിടെ നിന്ന് ഒത്തിരി പോയിന്റ്സ് നമ്മൾ പഠിച്ചു. നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ്. 1920 കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിലാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രമേയം അവതരിപ്പിച്ചത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് നിസ്സഹകരണ പ്രസ്ഥാനം. പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം ഏത് എന്ന് ചോദിച്ചാൽ അത് നിസ്സഹകരണ പ്രസ്ഥാനമാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് തങ്ങളുടെ വക്കീൽ അഭ്യാസം നിർത്തിയ ദേശീയ നേതാക്കൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോത്തിലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, CR ദാസ്. ഈ 3 പേരുടെ പേരും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ടേ. നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് തങ്ങളുടെ വക്കീൽ അഭ്യാസം നിർത്തിയ ദേശീയ നേതാക്കൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോത്തിലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അതുപോലെ തന്നെ CR ദാസുമാണ്. ഈ 3 വ്യക്തിത്വങ്ങളുടെ പേരും സുഹൃത്തുക്കൾ പഠിക്കണം. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് വരിച്ച വനിതകൾ ആരെന്ന് ചോദിച്ചാൽ വാസന്തി ദേവിയും ഊർമിള ദേവിയും. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിന്റെ ഭാഗമായി അറസ്റ്റ് വരിച്ച വനിതകൾ ആര് എന്ന് ചോദിച്ചാൽ അത് വാസന്തി ദേവിയും ഊർമിള ദേവിയുമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ.
1920 കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം, ഒരുപാട് ജനങ്ങളെ ചേർത്തുകൊണ്ടുണ്ടാക്കിയ ബഹുജന പ്രക്ഷോഭം എന്ന് ചോദിച്ചാൽ അത് നിസ്സഹകരണ പ്രസ്ഥാനമാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് തങ്ങളുടെ വക്കീൽ അഭ്യാസം നിർത്തലാക്കിയ നേതാക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ മോത്തിലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, CR ദാസ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച വനിതകൾ ചോദിച്ചാൽ അത് വാസന്തി ദേവിയും ഊർമിള ദേവിയുമാണ്. ആരൊക്കെയാണ്? വാസന്തി ദേവിയും ഊർമിള ദേവിയും. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് സിവിൽ ലംഘന പ്രസ്ഥാനം. ഇത് രണ്ടുമാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. എന്താണ് സിവിൽ ലംഘന പ്രസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം അറിയപ്പെടുന്ന പേരാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. പഠിക്കുക, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം അറിയപ്പെടുന്ന പേരാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായ കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനമായിരുന്നു. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായ കോൺഗ്രസ് സമ്മേളനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1929 ലാഹോർ സമ്മേളനമായിരുന്നു. ഗാന്ധിജി 78 അനുയായികൾക്കൊപ്പം ഗുജറാത്തിലെ സബർമതിയിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചത് 1930 മാർച്ച് മാസം 12 ഗാന്ധിജി തന്റെ 78 അനുയായികൾക്കൊപ്പം ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചത് 1930 മാർച്ച് മാസം 12 ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്ത് എത്തിയ വർഷം 1930 ഏപ്രിൽ മാസം 5 ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1930 ഏപ്രിൽ മാസം 5 ഗാന്ധിജി ഉപ്പു നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ മാസം 6 ഈ 3 പ്രധാനപ്പെട്ട ഡേറ്റുകളും PSCയുടെ പ്രീവിയസ് ചോദ്യങ്ങളാണ്. സുഹൃത്തുക്കൾക്ക് ഒന്നുകൂടി പറഞ്ഞു തരാം. ഗാന്ധിജി തന്റെ 78 അനുയായികൾക്കൊപ്പം ഗുജറാത്തിലെ സബർമതിയിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര ആരംഭിച്ച തീയതി എന്നു ചോദിച്ചാല് 1930 മാർച്ച് 12. അപ്പോ 1930 മാർച്ച് 12 യാത്ര ആരംഭിക്കുന്നു. ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നതെന്ന് ചോദിച്ചാല് 1930 ഏപ്രിൽ മാസം 5 ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ മാസം 6 സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ്. പഠിക്കുക, സിവിൽ ലംഘന പ്രസ്ഥാനം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ചോദിച്ചു കഴിഞ്ഞാൽ അത് 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ്. ഈ ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. പ്രധാനമായിട്ടും ഇവിടെ ഒന്ന് പഠിക്കാനുള്ളത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണ്. പഠിക്കുക. 8ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ക്ലാസ്സിൽ വ്യക്തമായി പറഞ്ഞ പോയിന്റ് ആയിരുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം? 1ാമത്തെ പോയിന്റ്, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുക. ശരിയാണ്. രാഷ്ട്രങ്ങൾക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക. ശരിയാണ്. അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുക. ശരിയാണ്. മനുഷ്യാവകാശങ്ങളോടും മൗലിക സ്വാതന്ത്ര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുക. ഇതും ശരിയാണ്. അപ്പൊ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും ശരിയാണ്. ആരെ പറ്റിയിട്ട് പറയുമ്പോ? ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങളെ പറ്റി പറയുമ്പോ നമ്മുടെ ക്ലാസ്സിൽ വ്യക്തമായിട്ട് ഇത് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട 15 ഇന്റർനാഷണൽ സംഘടനകളുണ്ട്. അവയുടെ ലക്ഷ്യങ്ങളും പഠിക്കണം. പ്രത്യേകിച്ച് ഡിഗ്രി എക്സാമുകൾ ഇനി അങ്ങോട്ടുള്ള ഏതൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിലും വ്യക്തമായിട്ട് സുഹൃത്തുക്കളെ പഠിച്ചു വെക്കേണ്ട 15 ഇന്റർനാഷണൽ സംഘടനകളുണ്ട്. ആ സംഘടനയുടെ ലക്ഷ്യം കൂടെ നമ്മൾ നോക്കി വെക്കണം. അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രിക്സിന്റെ ലക്ഷ്യമാണ്. എന്താണ് ബ്രിക്സിന്റെ ലക്ഷ്യമാണ്? അംഗരാജ്യങ്ങൾക്കിടയിൽ സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുക. അംഗരാജ്യങ്ങൾക്കിടയില് സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുക. അംഗരാജ്യങ്ങൾക്കിടയിൽ ആഗോള ഭരണം മെച്ചപ്പെടുത്തുക. അംഗരാജ്യങ്ങൾക്കിടയിൽ ആഗോള ഭരണം മെച്ചപ്പെടുത്തുക. അംഗരാജ്യങ്ങൾക്കിടയിൽ സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുക. അംഗരാജ്യങ്ങൾക്കിടയിൽ സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുക. അംഗരാജ്യങ്ങൾക്കിടയിൽ വ്യാപാരവും നിക്ഷേപവും വളർത്തുക. അംഗരാജ്യങ്ങൾക്കിടയിൽ വ്യാപാരവും നിക്ഷേപവും വളർത്തുക. പരമ്പരാഗത പാശ്ചാത്യ സംവിധാനങ്ങളിലുള്ള ആശ്രയത്വം കുറയ്ക്കുക. പരമ്പരാഗത പാശ്ചാത്യ സംവിധാനങ്ങളിലുള്ള ആശ്രയത്വം കുറയ്ക്കുക. കാലാവസ്ഥാ വ്യതിയാനം, ദാരിദ്ര്യം തുടങ്ങിയ ആഗോള വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുക. കാലാവസ്ഥാ വ്യതിയാനം,
ദാരിദ്ര്യം തുടങ്ങിയ ആഗോള വെല്ലുവിളികളെ അതിസംബോധന ചെയ്യുക. ഇത്രയുമാണ് ബ്രിക്സിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഓർക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് ഏഷ്യ വികസന ബാങ്കിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്ന്. ഏഷ്യൻ വികസന ബാങ്കിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്നുള്ളത്. ഏഷ്യ പസഫിക് മേഖലയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം മെയിൻ പോയിന്റ് അതാണ്. ഏഷ്യ പസഫിക് മേഖലയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ഏഷ്യ വികസന ബാങ്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എയിം എന്നുള്ളത്. അതുപോലെ തന്നെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും പ്രയോജനപ്പെടുന്ന തുല്യമായ വികസനം പ്രോത്സാഹിപ്പിക്കുക. പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കാതെ ദീർഘകാല സാമ്പത്തിക പുരോഗതി ഉറപ്പാക്കുക. പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കാതെ ദീർഘകാല സാമ്പത്തിക പുരോഗതി ഉറപ്പാക്കുക. പൊതു ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് അംഗരാജ്യങ്ങൾക്കിടയിൽ സഹകരണം സാധ്യമാക്കുക. പൊതു ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് അംഗരാജ്യങ്ങൾക്കിടയിൽ സഹകരണം സാധ്യമാക്കുക. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതിനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായുള്ള ശ്രമങ്ങൾക്ക് സംഭാവന നൽകുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതിനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായുള്ള ശ്രമങ്ങൾക്ക് സംഭാവന നൽകുന്നു. ഇത്രയുമാണ് ഏഷ്യൻ വികസന ബാങ്കിന്റെ പ്രധാനപ്പെട്ട എയിം എന്നുള്ളത് ഓർക്കുക. മൂന്നാമതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ആംനെസ്റ്റി ഇന്റർനാഷണൽ. നമുക്ക് എല്ലാവർക്കും അറിയാം ആംനെസ്റ്റി ഇന്റർനാഷണൽ. എവിടെ എപ്പോഴൊക്കെ ദുരുപയോഗം നടക്കുന്നുവോ അവിടെ അന്വേഷണം നടത്തി വസ്തുതകൾ പരസ്യമാക്കുക. എവിടെ എപ്പോഴൊക്കെ ദുരുപയോഗം നടക്കുന്നുവോ അവിടെ അന്വേഷണം നടത്തി വസ്തുതകൾ പരസ്യമാക്കുമാര് ആംനെസ്റ്റി ഇന്റർനാഷണൽ. വധശിക്ഷ നിർത്തലാക്കൽ ഇമ്പോർട്ടന്റ് ആണ്. വധശിക്ഷ നിർത്തലാക്കൽ, നിയമവിരുദ്ധമായ വധശിക്ഷകളും തിരോധാനങ്ങളും നിർത്തലാക്കൽ, എല്ലാ മനസാക്ഷി തടവുകാർക്കും വേഗത്തിലുള്ള നിഷ്പക്ഷവുമായ വിചാരണകൾ ഉറപ്പാക്കൽ. അപ്പോ വധശിക്ഷ നിർത്തലാക്കണം, നിയമവിരുദ്ധമായ വധശിക്ഷകളും തിരോധാനങ്ങളും നിർത്തലാക്കണം. അതുപോലെ എല്ലാ മനസാക്ഷി തടവുകാർക്കും, അതായത് പാവപ്പെട്ടവരാവൂലേക്ക് പോയിട്ട് അവർക്ക് എല്ലാവർക്കും വേഗത്തിലുള്ള നിഷ്പക്ഷവുമായ വിചാരണകൾ ഉറപ്പാക്കുക. ഇത്രയും ആംനെസ്റ്റി ഇന്റർനാഷണൽ എയിമാണ്. അതുപോലെ തന്നെ ജയിൽ സൗകര്യങ്ങൾ ആഗോള മനുഷ്യാവകാശ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ജയിൽ സൗകര്യങ്ങൾ ആഗോള മനുഷ്യാവകാശ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സാർവത്രിക സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കുക. ബാല സൈനികരെ നിയമിക്കുന്നത് നിരോധിക്കുക. ഇമ്പോർട്ടന്റ് ആണ്. സാർവത്രിക സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കുക, ബാല സൈനികരെ നിയമിക്കുന്നത് നിരോധിക്കുക. ഇത്രയും ആംനെസ്റ്റി ഇന്റർനാഷണലിന്റെ പ്രധാനപ്പെട്ട എയിമുകളാണ്. അതിനോടൊപ്പം കുറച്ച് പോയിന്റ്സ് കൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. മത സഹിഷ്ണുത പ്രോത്സാഹിപ്പിക്കുക. മതസഹിഷ്ണുത പ്രോത്സാഹിപ്പിക്കുക. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരെ സംരക്ഷിക്കുക. പീഡനവും മറ്റു ക്രൂരമായ പെരുമാറ്റങ്ങളും ഇല്ലാതാക്കുക. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരെ സംരക്ഷിക്കുകയും അതിനോടൊപ്പം തന്നെ പീഡനവും മറ്റു ക്രൂരമായ പെരുമാറ്റങ്ങളും ഇല്ലാതാക്കുക. സായുധ സംഘടനത്തിനെതിരെ നടക്കുന്ന ന്യായീകരിക്കാനാവാത്ത കൊലപാതകങ്ങൾ അവസാനിപ്പിക്കുക. സായുധ സംഘടനത്തിനെതിരെ നടക്കുന്ന ന്യായീകരിക്കാനാവാത്ത കൊലപാതകങ്ങൾ അവസാനിപ്പിക്കുക. അഭയാർത്ഥികൾ, കുടിയേറ്റക്കാർ, അഭയം തേടുന്നവർ എന്നിവരുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും മനുഷ്യാന്തസ് സംരക്ഷിക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്നു. ആര്? ആംനെസ്റ്റി ഇന്റർനാഷണൽ കേട്ടോ. അഭയാർത്ഥികൾക്ക്, കുടിയേറ്റക്കാർക്കും അഭയം തേടുന്നവർ എന്നിവരുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും മനുഷ്യാന്തസ് സംരക്ഷിക്കുന്നതിനും ആര് സഹായിക്കുന്നുണ്ട്? ആംനെസ്റ്റി ഇന്റർനാഷണൽ സഹായിക്കുന്നുണ്ട്. അടുത്തതായി നമുക്ക് നോക്കുവാനുള്ളതാണ് ആസിയന്റെ ലക്ഷ്യങ്ങൾ. ഏതാണ് ആസിയന്റെ ലക്ഷ്യങ്ങൾ? സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, ശാസ്ത്ര, ഭരണ, സാങ്കേതിക മേഖലകളിൽ പൊതുവായ പ്രസക്തിയുള്ള വിഷയങ്ങളിൽ സജീവമായി ഇടപെടലും പരസ്പര പിന്തുണയും പ്രോത്സാഹിപ്പിക്കുക. എന്താ പറഞ്ഞത്? സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, ശാസ്ത്ര, ഭരണ, സാങ്കേതിക മേഖലകളില് പൊതുവായിട്ടുള്ള പ്രസക്തിയുള്ള വിഷയങ്ങളില് സജീവമായ ഇടപെടലും പരസ്പര പിന്തുണയും പ്രോത്സാഹിപ്പിക്കുക. നിലവിലുള്ള ആഗോള പ്രാദേശിക സംഘടനകളുമായി ശക്തവും പരസ്പരം പ്രയോജനകരവുമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്തുക. നിലവിലുള്ള ആഗോള പ്രാദേശിക സംഘടനകളുമായിട്ട് ശക്തവും പരസ്പരം പ്രയോജനകരവുമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്തുക. കൃഷിയുടെയും വ്യവസായത്തിന്റെയും ഉപയോഗം പരമാവധിയാക്കുന്നതിനും വാണിജ്യം വികസിപ്പിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങളും ഗതാഗതവും മെച്ചപ്പെടുത്തുന്നതിനും പുരുഷന്മാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുക എന്നുള്ളതും ആസിയന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് കേട്ടോ. അപ്പോ കൃഷിയുടെയും വ്യവസായത്തിന്റെയും ഉപയോഗം പരമാവധിയാക്കുക, വാണിജ്യം വികസിപ്പിക്കുക, അടിസ്ഥാന സൗകര്യങ്ങളും ഗതാഗതവും മെച്ചപ്പെടുത്തുക, പുരുഷന്മാരുടെ ജീവിത നിലവാരം ഉയർത്തുകയും അതിനോടൊപ്പം തന്നെ കൂടുതൽ കാര്യക്ഷമമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതും ആസിയന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. തെക്കുകിഴക്കൻ ഏഷ്യൻ മേഖലകളെ കുറിച്ചുള്ള പഠനം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്
ആസിയന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് കേട്ടോ. തെക്കു കിഴക്കൻ ഏഷ്യൻ മേഖലകളെ കുറിച്ചുള്ള പഠനം പ്രോത്സാഹിപ്പിക്കുക. വിജയകരവും ഐക്യദാർഢ്യവുമുള്ള ഒരു തെക്കു കിഴക്കൻ ഏഷ്യൻ അയൽപ്പക്കത്തിനായി പ്രവർത്തിക്കുക. വിജയകരവും ഐക്യദാർഢ്യവുമുള്ളതുമായ ഒരു തെക്കു കിഴക്കൻ ഏഷ്യൻ അയൽപ്പക്കത്തിനായി പ്രവർത്തിക്കുക. സാമ്പത്തിക പുരോഗതി, സാമൂഹിക പുരോഗതി, സാംസ്കാരിക വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുക. സാമ്പത്തിക പുരോഗതി, സാമൂഹിക പുരോഗതി, സാംസ്കാരിക വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുക. ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിന്റെ ആദർശങ്ങൾ പാലിക്കുന്നതിലൂടെയും നീതി പാലിക്കുന്നതിലൂടെയും നിയമവ്യവസ്ഥ നിലനിർത്തുന്നതിലൂടെയും പ്രാദേശിക ഐക്യവും സുരക്ഷയും വളർത്തിയെടുക്കുക. ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിന്റെ ആദർശങ്ങൾ പാലിക്കുന്നതിലൂടെയും നീതി പാലിക്കുന്നതിലൂടെയും നിയമവ്യവസ്ഥ നിലനിർത്തുന്നതിലൂടെയും പ്രാദേശിക ഐക്യവും സുരക്ഷയും വളർത്തിയെടുക്കുക. ഇത്രയും ആസിയന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് ഓർക്കുക. അടുത്തതാണ് ആഫ്രിക്കൻ യൂണിയന്റെ ലക്ഷ്യങ്ങൾ. ഇമ്പോർട്ടന്റ് ആണ് ആഫ്രിക്കൻ യൂണിയന്റെ ലക്ഷ്യങ്ങൾ. ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും ജനങ്ങൾക്കുമിടയിൽ കൂടുതൽ ഐക്യവും ഐക്യദാർഢ്യവും കൈവരിക്കുക. ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും ജനങ്ങൾക്കുമിടയിൽ കൂടുതൽ ഐക്യവും ഐക്യദാർഢ്യവും കൈവരിക്കുക. അംഗരാജ്യങ്ങളുടെ പ്രാദേശിക സമഗ്രത, പരമാധികാരം, സ്വാതന്ത്ര്യം എന്നിവ സംരക്ഷിക്കുക. അതായത് ആഫ്രിക്കൻ യൂണിയന്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളുടെ പ്രാദേശിക സമഗ്രത, പരമാധികാരം, സ്വാതന്ത്ര്യം എന്നിവ സംരക്ഷിക്കുക. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക സമഗ്രത ത്വരിതപ്പെടുത്തുക. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക സമഗ്രത ത്വരിതപ്പെടുത്തുന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും അതിലെ ജനങ്ങൾക്കും താല്പര്യമുള്ള വിഷയങ്ങളിൽ ആഫ്രിക്കൻ പൊതുനിലപാടുകൾ പ്രോത്സാഹിപ്പിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുക. ഓക്കെയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും അതിലെ ജനങ്ങൾക്കും താല്പര്യമുള്ള വിഷയങ്ങളിൽ ആഫ്രിക്കൻ പൊതു നിലപാടുകൾ പ്രോത്സാഹിപ്പിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുക. അന്താരാഷ്ട്ര സഹകരണം പ്രോത്സാഹിപ്പിക്കുകയും ഭൂഖണ്ഡത്തിന്റെ സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അന്താരാഷ്ട്ര സഹകരണം പ്രോത്സാഹിപ്പിക്കുകയും ഭൂഖണ്ഡത്തിന്റെ സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ജനാധിപത്യ തത്വങ്ങളെ, സ്ഥാപനങ്ങളും അവ ഉൾപ്പെടുന്ന ഭൂഖണ്ഡത്തിലെ ജനകീയ പങ്കാളിത്തവും ഭരണവും പ്രോത്സാഹിപ്പിക്കുക. ജനാധിപത്യ തത്വങ്ങളും സ്ഥാപനങ്ങളും ഉൾപ്പെടെ ഭൂഖണ്ഡത്തിലെ ജനകീയ പങ്കാളിത്തവും ഭരണവും പ്രോത്സാഹിപ്പിക്കുക. വ്യാപാരം, പ്രതിരോധം, വിദേശ ബന്ധങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പൊതുനയങ്ങളുടെ വികസനവും പ്രോത്സാഹനവും അതിന്റെ ചർച്ചാ നിലപാടുകൾ ശക്തിപ്പെടുത്തുന്നു. എന്താണ്? വ്യാപാരം, പ്രതിരോധം, വിദേശ ബന്ധങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പൊതുനയങ്ങളുടെ വികസനവും പ്രോത്സാഹനവും അതിന്റെ ചർച്ചാ നിലപാടുകളിൽ ശക്തിപ്പെടുത്തുക. ആഫ്രിക്കൻ യൂണിയൻ കെട്ടിപ്പടുക്കുന്നതിൽ നമ്മുടെ ഭൂഖണ്ഡത്തിന്റെ ഒരു പ്രധാന ഭാഗമായ ആഫ്രിക്കൻ പ്രവാസികളുടെ പൂർണ്ണ പങ്കാളിത്തത്തെ ക്ഷണിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ആഫ്രിക്കൻ യൂണിയൻ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഭൂഖണ്ഡത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കുള്ള ആഫ്രിക്കൻ പ്രവാസികളിലെ അവരുടെ പൂർണ്ണമായ പങ്കാളിത്തത്തെ ക്ഷണിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ആഫ്രിക്കൻ മനുഷ്യാവകാശ ചാർട്ടറിന് അനുസൃതമായി മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുക. ആഫ്രിക്കൻ മനുഷ്യാവകാശ ചാർട്ടറിന് അനുസൃതമായിട്ട് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുക. സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക തലങ്ങളിൽ ഭൂഖണ്ഡത്തിന്റെ സുസ്ഥിരത, വികസനം ഉറപ്പാക്കുക. സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക തലങ്ങളിൽ ഭൂഖണ്ഡത്തിന്റെ സുസ്ഥിര വികാസം ഉറപ്പാക്കുക. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പുരോഗതിയിലൂടെ ഭൂഖണ്ഡത്തിന്റെ വികാസം ഉറപ്പുവരുത്തുക. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പുരോഗതിയിലൂടെ ഭൂഖണ്ഡത്തിന്റെ വികാസം ഉറപ്പുവരുത്തുക. ഇത്രയുമാണ് ആഫ്രിക്കൻ യൂണിയന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഓർക്കുക. അടുത്തതാണ് കോമൺവെൽത്ത് ഓഫ് നേഷൻസിന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നുള്ള. കോമൺവെൽത്ത് ഓഫ് നേഷൻസിന്റെ ഉദ്ദേശങ്ങൾ: ലോക സമാധാനം, പ്രതിനിധി ജനാധിപത്യം, വ്യക്തി സ്വാതന്ത്ര്യം. ലോക സമാധാനം, പ്രതിനിധി ജനാധിപത്യം, വ്യക്തി സ്വാതന്ത്ര്യം. സമത്വം, വർഗീയതയ്ക്കെതിരായ എതിർപ്പ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ആരോഗ്യ സംരക്ഷണം മെച്ചപ്പെടുത്തൽ, സ്വതന്ത്ര വ്യാപാരം. ഓർക്കുക. സമത്വം, വംശീയക്കെതിരായ എതിർപ്പ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ആരോഗ്യ സംരക്ഷണം മെച്ചപ്പെടുത്തൽ, സ്വതന്ത്ര വ്യാപാരത്തിനെ ഉയർത്തിക്കൊണ്ടുവരിക. ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുക, വികസനം പ്രോത്സാഹിപ്പിക്കുക, നല്ല ഭരണം ഉറപ്പാക്കുക. ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുക, വികസനത്തിനെ പ്രോത്സാഹിപ്പിക്കുക, നല്ല ഭരണം ഉറപ്പാക്കുക. മനുഷ്യാവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുക, ലിംഗസമത്വം കൈവരിക്കുക. മനുഷ്യാവകാശം ഉയർത്തിപ്പിടിക്കുക, ലിംഗസമത്വം കൈവരിക്കുക. ആഗോളവൽക്കരണത്തിന്റെ നേട്ടങ്ങൾ കൂടുതൽ തുല്യമായി വിതരണം ചെയ്യുക. ആഗോളവൽക്കരണത്തിന്റെ നേട്ടങ്ങൾ
അവസരങ്ങൾ കൂടുതൽ തുല്യമായി വിതരണം ചെയ്യുക. ഇത്രയും കോമൺവെൽത്ത് ഓഫ് നേഷന്റെ ഉദ്ദേശങ്ങളാണ്. അടുത്തതാണ് അന്താരാഷ്ട്ര നാണയനിധിയുടെ ലക്ഷ്യങ്ങൾ. അന്താരാഷ്ട്ര നാണയനിധിയുടെ ലക്ഷ്യങ്ങൾ: ആഗോള ധനസഹകരണം വളർത്തുക. ആഗോള ധനസഹകരണം വളർത്തുക. സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുക. സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുക. അന്താരാഷ്ട്ര വ്യാപാരം സുഗമമാക്കുക. അന്താരാഷ്ട്ര വ്യാപാരം സുഗമമാക്കുക. ഉയർന്ന തൊഴിലവസരങ്ങളും സുസ്ഥിര സാമ്പത്തിക വളർച്ചയും പ്രോത്സാഹിപ്പിക്കുക. ഉയർന്ന തൊഴിലവസരങ്ങളും സുസ്ഥിര സാമ്പത്തിക വളർച്ചയും പ്രോത്സാഹിപ്പിക്കുക. ലോകമെമ്പാടുമുള്ള ദാരിദ്ര്യം കുറയ്ക്കുക. ലോകമെമ്പാടുമുള്ള ദാരിദ്ര്യം കുറയ്ക്കുക. ഇത്രയും അന്താരാഷ്ട്ര നാണയനിധിയുടെ ലക്ഷ്യങ്ങളാണ്. ഇന്റർപോളിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇന്റർപോളിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: തീവ്രവാദം, ആളുകൾക്കും സ്വത്തിനുമെതിരായ കുറ്റകൃത്യങ്ങൾ, സാമ്പത്തിക അഴിമതി കുറ്റകൃത്യങ്ങൾ, കള്ളനോട്ടടിക്കൽ തുടങ്ങിയ അന്താരാഷ്ട്ര ക്രിമിനൽ വിഭാഗങ്ങളിലാണ് ഇന്റർപോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. തീവ്രവാദം, ആളുകൾക്കും സ്വത്തിനുമെതിരായ കുറ്റകൃത്യങ്ങൾ, സാമ്പത്തിക അഴിമതി കുറ്റകൃത്യങ്ങൾ, കള്ളനോട്ടടിക്കൽ തുടങ്ങിയ അന്താരാഷ്ട്ര ക്രിമിനൽ വിഭാഗങ്ങളിലാണ് ഇന്റർപോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങളെ ചെറുക്കുന്നതിന് ഇന്റർപോൾ എല്ലാ അംഗരാജ്യങ്ങളുമായും ഐക്യരാഷ്ട്രസഭ, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകളുമായും അടുത്തു സഹകരിക്കുന്നു. രാജ്യാന്തര കുറ്റകൃത്യങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്റർപോൾ എല്ലാ അംഗരാജ്യങ്ങളുമായും ഐക്യ രാഷ്ട്രസഭ, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകളുമായിട്ടും അടുത്ത് സഹകരിക്കുന്നു. വ്യക്തിഗത അംഗരാജ്യങ്ങൾക്ക് നയതന്ത്ര ബന്ധങ്ങൾ ഇല്ലെങ്കിൽ പോലും ലോകമെമ്പാടുമുള്ള പോലീസ് സേനകളെ ഇന്റർപോൾ അടിസ്ഥാനപരമായി ഒന്നിപ്പിക്കുന്നു. വ്യക്തിഗത അംഗരാജ്യങ്ങൾക്ക് നയതന്ത്ര ബന്ധങ്ങൾ ഇല്ലെങ്കിൽ പോലും ലോകമെമ്പാടുമുള്ള പോലീസ് സേനകളെ ഇന്റർപോൾ അടിസ്ഥാനപരമായി ഒന്നിപ്പിക്കുന്നു. അന്താരാഷ്ട്ര വിവര കൈമാറ്റം, അറിവ് പങ്കിടൽ, ഗവേഷണം എന്നിവ ഇന്റർപോൾ സാധ്യമാക്കുന്നു. അന്താരാഷ്ട്ര വിവര കൈമാറ്റം, അറിവ് പങ്കിടൽ, ഗവേഷണം എന്നിവ ഇന്റർപോൾ സാധ്യമാക്കുന്നു. ഓർക്കുക. അടുത്തതാണ് നാറ്റോയുടെ ലക്ഷ്യങ്ങൾ. നാറ്റോയുടെ പ്രാഥമികവും ദീർഘകാലവുമായ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയവും സൈനികവുമായ രീതികളിലൂടെ അതിന്റെ എല്ലാ അംഗങ്ങളുടെയും സ്വാതന്ത്ര്യവും സുരക്ഷയും സംരക്ഷിക്കുക എന്നതാണ്. നാറ്റോയുടെ പ്രാഥമികവും ദീർഘകാലവുമായ ലക്ഷ്യം എന്താണ്? രാഷ്ട്രീയവും സൈനികവുമായ രീതികളിലൂടെ അതിന്റെ എല്ലാ അംഗരാജ്യങ്ങളെയും സ്വാതന്ത്ര്യവും സുരക്ഷയും സംരക്ഷിക്കുക എന്നതാണ്. ജനാധിപത്യ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. അംഗരാജ്യങ്ങൾക്ക് പ്രതിരോധ സുരക്ഷാ വിഷയങ്ങളിൽ കൂടിയാലോചിക്കാനും സഹകരിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും വിശ്വാസം സ്ഥാപിക്കാനും ദീർഘകാലാടിസ്ഥാനത്തിൽ സംഘർഷം ഒഴിവാക്കാനും പ്രാപ്തമാക്കുക എന്നിവയാണ് നാറ്റോയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നാറ്റോയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്താണ്? ജനാധിപത്യ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, അംഗരാജ്യങ്ങളുടെ പ്രതിരോധ സുരക്ഷാ വിഷയങ്ങളിൽ കൂടിയാലോചിക്കാനും സഹകരിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും വിശ്വാസം സ്ഥാപിക്കാനും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കാനും പ്രാപ്തമാക്കുക എന്നതാണ് നാറ്റോയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്നുള്ളത്. നാറ്റോയുടെ സൈനിക ലക്ഷ്യങ്ങൾ. നാറ്റോയുടെ സൈനിക ലക്ഷ്യങ്ങളിൽ തർക്കങ്ങളുടെ സമാധാനപരമായ പരിഹാരം ഉൾപ്പെടുന്നു. നയതന്ത്ര ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ സൈന്യത്തിന് പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിന് പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിയും. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നാറ്റോയുടെ സൈനിക ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്ന എന്തൊക്കെയെന്ന് ചോദിച്ചാൽ തർക്കങ്ങളുടെ സമാധാനപരമായിട്ടുള്ള പരിഹാരം ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ നയതന്ത്ര ശ്രമങ്ങൾ പരാജയപ്പെട്ടാല് സൈന്യത്തിന് പ്രതിസന്ധി കൈകാര്യം ചെയ്യുവാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം ഏതിൽ നൽകുന്നുണ്ട്? നാറ്റോയില് നൽകുന്നുണ്ട്. ഓർക്കുക. അടുത്തതാണ് നോൺ അലയൻസ് മൂവ്മെന്റ് അഥവാ നാമിന്റെ ലക്ഷ്യങ്ങൾ. ഇത് ഒരു തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. നോൺ അലയൻസ് മൂവ്മെന്റ് അഥവാ നാമിന്റെ ലക്ഷ്യങ്ങൾ. വൻ ലോകശക്തികൾ തമ്മിലുള്ള പോരാട്ടത്തിൽ അംഗരാജ്യങ്ങൾ കരുക്കളായി മാറുന്നത് തടയുന്നതിന് വേണ്ടി ലോക രാഷ്ട്രീയത്തിൽ ഒരു സ്വതന്ത്ര പാത സൃഷ്ടിക്കുക എന്നതായിരുന്നു നോൺ അലയൻസ് മൂവ്മെന്റ് അഥവാ നാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് കേട്ടോ. അതായത് വൻ ലോകശക്തികൾ തമ്മിലുള്ള പോരാട്ടങ്ങളിൽ അംഗരാജ്യങ്ങൾ കരുക്കളായി മാറുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് ലോക രാഷ്ട്രീയത്തിൽ തന്നെ ഒരു സ്വതന്ത്ര പാത, അതായത് വേറെ ഒരു വൻ ശക്തിയായിട്ടുള്ള രാജ്യങ്ങളുടെ കൂടെ കൂടാതെ സ്വന്തമായിട്ടൊരു പാതയിലൂടെ പോവുക. ഇതായിരുന്നു നോൺ അലയൻസ് മൂവ്മെന്റ് അഥവാ നാമിന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം എന്നുള്ളത്. സ്വാതന്ത്ര്യ വിധിന്യായത്തിനുള്ള അവകാശമായിരുന്നു നാമിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം കേട്ടോ. സ്വതന്ത്ര വിധിന്യായത്തിനുള്ള അവകാശം രാജ്യങ്ങൾക്ക് നൽകുക എന്നുള്ളതായിരുന്നു നാമിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുപോലെ തന്നെ സാമ്രാജ്യത്തിനും നവ കൊളോണിസത്തിനെതിരെയുമുള്ള പോരാട്ടം. സാമ്രാജ്യത്തിനും നവ കൊളോണിസത്തിനെതിരെയുമുള്ള പോരാട്ടം. എല്ലാ വൻശക്തികളുമായിട്ടുള്ള ബന്ധങ്ങളിലും മിതത്വത്തിന് ഉപയോഗം. എല്ലാ വൻശക്തികളുമായിട്ടുള്ള ബന്ധങ്ങളിലും മിതത്വത്തിന്റെ ഉപയോഗം, അതായത് ആവശ്യത്തിന് മാത്രമുള്ള സഹകരണം മതി എന്നുള്ള രീതി കേട്ടോ. അപ്പോൾ എല്ലാ വൻശക്തികളുമായിട്ടുള്ള ബന്ധങ്ങളിലും മിതത്വത്തിന്റെ ഉപയോഗം എന്ന് പറയുന്നത് നാമിന്റെ ഒരു ലക്ഷ്യമാണ്. ഇനി സ്വയം നിർണയാവകാശം.
വർണ്ണവിവേചന വിരുദ്ധത, കൊളോണിയലിസ വിരുദ്ധത, ദേശീയ സ്വാതന്ത്ര്യം, രാഷ്ട്രങ്ങളുടെ പ്രാദേശിക സമഗ്രതയും പരമാധികാരവും, എല്ലാ രൂപത്തിലുമുള്ള സാമ്രാജ്യത്വ വിരുദ്ധത, ബഹുമുഖ സൈനിക കരാറുകൾ പാലിക്കാതിരിക്കൽ, നിരായുധീകരണം, വംശീയതയ്ക്കെതിരെ പ്രവർത്തിക്കുക, വിദേശ അധിനിവേശത്തിനും ആധിപത്യത്തിനും എതിരെ പ്രവർത്തിക്കുക, എല്ലാ രാജ്യങ്ങൾക്കിടയിലും സമാധാനപരമായ സഹവർത്തിത്വം കൊണ്ടുവരിക, ഐക്യരാഷ്ട്രസഭയെ ശക്തിപ്പെടുത്തുക, അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ബലപ്രയോഗം നടത്താതിരിക്കുക, സാമൂഹിക സാമ്പത്തിക വികസനം കൊണ്ടുവരിക. ഇത്രയും നാമിന്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് സാർക്കിന്റെ ലക്ഷ്യങ്ങൾ എന്നുള്ളത്. ഏതിന്റെയാണ്? സാർക്കിന്റെ ലക്ഷ്യങ്ങൾ. ദക്ഷിണേഷ്യയിലെ ജനങ്ങളുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് സാർക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത്. ദക്ഷിണേഷ്യയിലെ ജനങ്ങളുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുക, എല്ലാ വ്യക്തികൾക്കും അന്തസ്സോടെ ജീവിക്കാനും അവരുടെ പൂർണ്ണശേഷി തിരിച്ചറിയാനുമുള്ള അവസരം നൽകിക്കൊണ്ട് മേഖലയിലെ സാമ്പത്തിക വളർച്ച, സാമൂഹിക പുരോഗതി, സാംസ്കാരിക വികസനം എന്നിവ ത്വരിതപ്പെടുത്തുക. എല്ലാ വ്യക്തികളുടെയും അന്തസ്സോടെ ജീവിക്കാനും അവരുടെ പൂർണ്ണശേഷി തിരിച്ചറിയാനുമുള്ള അവസരം നൽകിക്കൊണ്ട് ഈ മേഖലയിൽ, അതായത് ദക്ഷിണേഷ്യൻ മേഖലയിലെ സാമ്പത്തിക വളർച്ച, സാമൂഹിക പുരോഗതി, സാംസ്കാരിക വികസനം എന്നിവ ത്വരിതപ്പെടുത്തുക. ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ കൂട്ടായ സ്വയാശ്രയത്വം പ്രോത്സാഹിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക. ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ കൂട്ടായ സ്വയാശ്രയത്വം പ്രോത്സാഹിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക. പരസ്പര വിശ്വാസം, പരസ്പര പ്രശ്നങ്ങൾ മനസ്സിലാക്കൽ, വിലമതിക്കൽ എന്നിവയ്ക്ക് സംഭാവനകൾ നൽകുക. പരസ്പര വിശ്വാസം, പരസ്പര പ്രശ്നങ്ങൾ മനസ്സിലാക്കൽ, വിലമതിക്കൽ എന്നിവയ്ക്ക് സംഭാവന നൽകുക. സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക, സാങ്കേതിക ശാസ്ത്ര മേഖലകളിൽ സജീവമായ സഹകരണവും പരസ്പര സഹായവും പ്രോത്സാഹിപ്പിക്കുക. സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, സാങ്കേതിക ശാസ്ത്ര മേഖലകളിൽ സജീവമായ സഹകരണവും പരസ്പര സഹായവും പ്രോത്സാഹിപ്പിക്കുക. മറ്റു വികസന രാജ്യങ്ങളുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തുക. പൊതു താല്പര്യമുള്ള വിഷയങ്ങളിൽ അന്താരാഷ്ട്ര വേദികളിൽ പരസ്പരം സഹകരണം ശക്തിപ്പെടുത്തുക. സമാന ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളുമുള്ള അന്താരാഷ്ട്ര പ്രാദേശിക സംഘടനകളുമായി സഹകരിക്കുക. സാർക്ക് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിന് സമാനമായുള്ള ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളുമുള്ള മറ്റു അന്താരാഷ്ട്ര പ്രാദേശിക സംഘടനകളുമായിട്ട് സഹകരിക്കുകയും ചെയ്യുക. ഓർക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളതാണ് ലോക ബാങ്കിന്റെ ലക്ഷ്യങ്ങൾ. ഏതിന്റെയാണ്? ലോക ബാങ്കിന്റെ ലക്ഷ്യങ്ങൾ. അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി, പരിസ്ഥിതി സംരക്ഷണം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ ഉടനീളമുള്ള പദ്ധതികൾക്ക് ലോക ബാങ്ക് ഗ്രൂപ്പ് ധനസഹായം നൽകുന്നു. എന്തൊക്കെയാണ്? അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി, പരിസ്ഥിതി സംരക്ഷണം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ ഉടനീളമുള്ള പദ്ധതികൾക്ക് ലോക ബാങ്ക് ഗ്രൂപ്പ് ധനസഹായം നൽകുന്നു. വികസനത്തിനായുള്ള ഫലപ്രദമായ നയങ്ങളും തന്ത്രങ്ങളും നടപ്പിലാക്കാൻ രാജ്യങ്ങളെ സഹായിക്കുന്നതിന് വിദഗ്ധ ഉപദേശം ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള പിന്തുണയും നൽകുന്നു. വികസനത്തിനായുള്ള ഫലപ്രദമായ നയങ്ങളും തന്ത്രങ്ങളും നടപ്പിലാക്കാൻ രാജ്യങ്ങളെ സഹായിക്കുന്നതിന് വിദഗ്ധ ഉപദേശവും ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള പിന്തുണയും നൽകുന്നു. ആഗോള സാമ്പത്തിക പ്രവണതകൾ, വികസന വെല്ലുവിളികൾ, നയപരമായ തീരുമാനങ്ങൾ അറിയിക്കുന്നതിനുമുള്ള മികച്ച രീതികൾ എന്നിവയെക്കുറിച്ചുള്ള ഡാറ്റയും ഗവേഷണവും സൃഷ്ടിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക. ആഗോള സാമ്പത്തിക പ്രവണതകൾ, വികസന വെല്ലുവിളികൾ, നയപരമായ തീരുമാനങ്ങൾ അറിയിക്കുന്നതിനുള്ള മികച്ച രീതികൾ എന്നിവയെക്കുറിച്ചുള്ള ഡാറ്റയും ഗവേഷണവും സൃഷ്ടിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. രാജ്യങ്ങളുടെ ഭരണം, സ്ഥാപന ചട്ടക്കൂടുകൾ, വികസന ഫലങ്ങൾ എന്നിവ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതിന് പരിശീലനവും ശേഷി നിർമ്മാണ സംരംഭങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. രാജ്യങ്ങളുടെ ഭരണം, സ്ഥാപന ചട്ടക്കൂടുകൾ, വികസന ഫലങ്ങൾ എന്നിവ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതിന് പരിശീലനവും ശേഷി നിർമ്മാണ സംരംഭങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. വികസന രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വകാര്യ മൂലധനവും വൈദഗ്ധ്യവും സമാഹരിക്കുന്നു. വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് സ്വകാര്യ മൂലധനവും വൈദഗ്ധ്യവും സമാഹരിക്കുന്നു. അടുത്തതാണ് ലോക വ്യാപാര സംഘടന അഥവാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. സാമ്പത്തിക വളർച്ചയും തൊഴിലും ഉത്തേജിപ്പിക്കുന്നതിനായി അന്താരാഷ്ട്ര വ്യാപാരത്തിനുള്ള നിയമങ്ങൾ സ്ഥാപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക. ഇതാണ് നമ്മുടെ ലോക വ്യാപാര സംഘടനയുടെ ഏറ്റവും വലിയ എയിം എന്ന് പറഞ്ഞ കേട്ടോ. എന്താണ് എയിം? സാമ്പത്തിക വളർച്ചയും തൊഴിലും ഉത്തേജിപ്പിക്കുന്നതിനായിട്ട് അന്താരാഷ്ട്ര വ്യാപാരത്തിനുള്ള നിയമങ്ങൾ സ്ഥാപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക. വ്യാപാര തടസ്സങ്ങൾ കുറച്ചുകൊണ്ടും അറിയപ്പെടുന്ന വിവേചന തത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും
കൂടുതൽ വ്യാപാര ഉദാരവൽക്കരണം ചർച്ച ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള വേദികൾ നൽകുക. വ്യാപാര തടസ്സങ്ങൾ കുറച്ചുകൊണ്ട് അറിയപ്പെടുന്ന വിവേചന തത്വങ്ങൾ പ്രയോഗിച്ചുകൊണ്ടും കൂടുതൽ വ്യാപാര ഉദാരവൽക്കരണം ചർച്ച ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള വേദി നൽകുക. വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കുന്നത് വഴി ലോക സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി പ്രവർത്തിക്കുക. വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കുന്നത് വഴി ലോക സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി പ്രവർത്തിക്കുക. തീരുമാനമെടുക്കൽ പ്രക്രിയകളുടെ സുതാര്യത വർദ്ധിപ്പിക്കുക. തീരുമാനമെടുക്കൽ പ്രക്രിയകളുടെ സുതാര്യത വർദ്ധിപ്പിക്കുക. ആഗോള സാമ്പത്തിക മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റു പ്രധാന അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളുമായി സഹകരിക്കുക. ആഗോള സാമ്പത്തിക മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റു പ്രധാന അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളുമായി സഹകരിക്കുക. ആഗോള വ്യാപാര സംവിധാനത്തിൽ നിന്ന് പൂർണ്ണ നേട്ടങ്ങൾ കൈവരിക്കാൻ വികസന രാജ്യങ്ങളെ സഹായിക്കുക. ആഗോള വ്യാപാര സംവിധാനത്തിൽ നിന്ന് പൂർണ്ണ നേട്ടം കൈവരിക്കാൻ വികസന രാജ്യങ്ങളെ സഹായിക്കുക. സ്വേച്ഛാധിപത്യം കുറച്ചുകൊണ്ട് നല്ല ഭരണം പ്രോത്സാഹിപ്പിക്കുക. സ്വേച്ഛാധിപത്യം കുറച്ചുകൊണ്ട് നല്ല ഭരണം പ്രോത്സാഹിപ്പിക്കുക. അടുത്തതാണ് യുനിസെഫിന്റെ ലക്ഷ്യങ്ങൾ. എന്താണ് യുനിസെഫിന്റെ ലക്ഷ്യങ്ങൾ? കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ആഗോളതലത്തിൽ അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യുക. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ആഗോളതലത്തിൽ അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യുക. കുട്ടികളുടെ അവകാശങ്ങൾക്കായി വാദിക്കുക. കുട്ടികളുടെ അവകാശങ്ങൾക്കായി വാദിക്കുക. കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പുവരുത്തുക. കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പുവരുത്തുക. കുട്ടികൾക്ക് അവരുടെ പൂർണ്ണശേഷി കൈവരിക്കുന്നതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക. കുട്ടികൾക്ക് അവരുടെ പൂർണ്ണശേഷി കൈവരിക്കുവാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക. ഇത്രയുമാണ് യുനിസെഫിന്റെ ലക്ഷ്യങ്ങൾ. ഇത് PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്, ഓർക്കുക. 15 ലോക പരിസ്ഥിതി സംഘടനയുടെ ലക്ഷ്യങ്ങൾ. ലോക പരിസ്ഥിതി സംഘടനയുടെ ലക്ഷ്യങ്ങൾ: കാലാവസ്ഥാ വ്യതിയാനം, മലിനീകരണം, ജൈവ വൈവിധ്യ നഷ്ടം, മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ പരിസ്ഥിതിയിൽ ചെലുത്തുന്ന സ്വാധീനം തുടങ്ങിയ നിർണായക പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ലോക പരിസ്ഥിതി സംഘടനയുടെ പ്രധാന ലക്ഷ്യം. ഓർക്കണം, എന്താണ് പറഞ്ഞത്? ലോക പരിസ്ഥിതി സംഘടനയുടെ പ്രധാന ലക്ഷ്യം കാലാവസ്ഥാ വ്യതിയാനം, മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ പരിസ്ഥിതിയിൽ ചെലുത്തുന്ന സ്വാധീനം തുടങ്ങിയ നിർണായക പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ച് പൊതുജനങ്ങൾക്ക് ബോധവൽക്കരിക്കുക. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിരതയ്ക്കും വേണ്ടി നടപടികൾ സ്വീകരിക്കാൻ വ്യക്തികളെയും സമൂഹങ്ങളെയും ബിസിനസ്സുകളെയും സർക്കാരുകളെയും പ്രോത്സാഹിപ്പിക്കുക. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിരതയ്ക്കും വേണ്ടി നടപടികൾ സ്വീകരിക്കാൻ വ്യക്തികളെയും സമൂഹങ്ങളെയും ബിസിനസ്സുകളെയും സർക്കാരുകളെയും പ്രോത്സാഹിപ്പിക്കുക. പരിസ്ഥിതി വെല്ലുവിളികളെ നേരിടാൻ നടപടിയെടുക്കൽ സർക്കാരുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രാദേശിക, ദേശീയ, അന്തർദേശീയ തലങ്ങളിൽ പരിസ്ഥിതി നയങ്ങൾക്കായി വാദിക്കാനുമുള്ള ഒരു വേദിയായി ഇത് പ്രവർത്തിക്കുന്നു. ഏതാണ്? ലോക പരിസ്ഥിതി സംഘടന. പരിസ്ഥിതി വെല്ലുവിളികളെ നേരിടാൻ നടപടിയെടുക്കാൻ സർക്കാരുകളെ പ്രോത്സാഹിപ്പിക്കുകയും പ്രാദേശിക, ദേശീയ, അന്തർദേശീയ തലങ്ങളിൽ പരിസ്ഥിതി നയങ്ങൾക്കായി വാദിക്കാനുമുള്ള ഒരു വേദിയായി ഇത് പ്രവർത്തിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിലും സംരക്ഷണ ശ്രമങ്ങളിലും നേടിയ വിജയങ്ങളെ അംഗീകരിക്കുകയും തക്കതായ പാരിതോഷികങ്ങൾ നൽകി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിലും സംരക്ഷണ ശ്രമങ്ങളിലും നേരിടുന്ന വിജയങ്ങളെ അംഗീകരിക്കുകയും തക്കതായ പാരിതോഷികങ്ങൾ നൽകി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഓരോ വർഷവും പ്രത്യേക വെല്ലുവിളികളും പരിഹാരങ്ങളും എടുത്തു കാണിക്കുന്നതിനായി ലോക പരിസ്ഥിതി ദിനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഓരോ വർഷവും പ്രത്യേക വെല്ലുവിളികളും പരിഹാരങ്ങളും എടുത്തു കാണിക്കുന്നതിനായിട്ട് ലോക പരിസ്ഥിതി ദിനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. ഇത്രയുമാണ് ലോക പരിസ്ഥിതി സംഘടനയുടെ ലക്ഷ്യം. 9ാമത്തെ ചോദ്യം: കേരളത്തിലെ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്ഥാനങ്ങൾ ഏതാണ് തെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1903 ശ്രീനാരായണ ഗുരുവിന്റെ ആഭിമുഖ്യത്തിൽ SNDP യോഗം രൂപീകരിച്ചു. ശരിയാണ്. 1903 ശ്രീനാരായണ ഗുരുവിന്റെ ആഭിമുഖ്യത്തിൽ SNDP യോഗം രൂപീകരിച്ചു. ഓപ്ഷൻ ബി നോക്കാം. 1905 ഡോക്ടർ പൽപ്പു ആണ് സാധുജന പരിപാലന സഭ സ്ഥാപിച്ചത്. തെറ്റാണ്. ഡോക്ടർ പൽപ്പു അല്ല സാധുജന പരിപാലന സഭ ആരംഭിച്ചത്. ഓപ്ഷൻ സി നോക്കാം. 1908 യോഗക്ഷേമ സഭ സ്ഥാപിതമായി. ശരിയാണ്. 1914 മന്നത്ത് പത്മനാഭൻ NSS സ്ഥാപിച്ചു. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന തെറ്റ് ഏതാണ്? 1905 ഡോക്ടർ പൽപ്പു അല്ല സാധുജന പരിപാലന സഭ സ്ഥാപിച്ചത്. അതുകൊണ്ടൊന്ന് സുഹൃത്തുക്കളെ, കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് 1599 മുതൽ 1948 വരെ കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളും അവയുടെ വർഷങ്ങളുമാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSCയുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് ചോദിക്കുന്നത് കാലഗണത്തിനനുസരിച്ച് അല്ലെങ്കിൽ കാലഗണത്തിനനുസരിച്ച് അറേഞ്ച് ചെയ്യാൻ ചോദിക്കും.
എപ്പോഴും നമുക്ക് എന്ത് വേണം? കേരളത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും വ്യക്തമായി അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ PSC ചോദിക്കും ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിൽ വർഷം തന്നിരിക്കും, മറ്റേ സൈഡിൽ സംഭവം തന്നിരിക്കും, അത് തമ്മിൽ നമ്മൾ ചേരുംപടി ചേർക്കാനും ചോദിക്കും. അങ്ങനെ പല രീതിയിലും PSC ചോദിക്കുന്ന വർഷങ്ങളായിട്ട് ചോദിച്ചു വരുന്നൊരു മേഖലയാണ് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളും വർഷങ്ങളും. ഉദയംപേരൂർ സുനഹദോസ് വർഷം 1599. ഉദയംപേരൂർ സുനഹദോസ് നടന്ന വർഷം എത്രയാ? 1599 കൂനൻ കുരിശ് പ്രതിജ്ഞ നടന്ന വർഷം 1653 ജനുവരി മാസം 3-ാം തീയതി. കൂനൻ കുരിശ് പ്രതിജ്ഞ നടന്ന വർഷം എത്രയാ? 1553 ജനുവരി മാസം 3-ാം തീയതി. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം എത്രയാ? 1697. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ മാസം 15-ാം തീയതി. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ മാസം 15-ാം തീയതിയാണ്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 ഓഗസ്റ്റ് മാസം 10-ാം തീയതിയാണ്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം എത്രയാ? 1741 ഓഗസ്റ്റ് മാസം 10-ാം തീയതിയാണ്. കൃത്യമായ ഡേറ്റ് PSC ചോദിച്ചുള്ള യുദ്ധമാണ് കുളച്ചൽ യുദ്ധം എന്നുള്ളത്. അതുകൊണ്ട് കൃത്യമായ ഡേറ്റ് പഠിച്ചു വെച്ചോളണം. കുളച്ചൽ യുദ്ധം നടന്നത് എന്നാ? 1741 ഓഗസ്റ്റ് മാസം എത്രയാ? 10-ാം തീയതി. ഒന്നാം തൃപ്പടിദാനം നടന്ന വർഷം 1750 ജനുവരി മാസം 3-ാം തീയതി. ഒന്നാം തൃപ്പടിദാനം നടന്ന വർഷം 1750 ജനുവരി മാസം 3-ാം തീയതി. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം ചോദിച്ചാൽ 1793 1797. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ 1793 1797 വരെ ആയിരുന്നു. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം 1800 മുതൽ 1805 വരെ. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം എന്ന 1800 മുതൽ 1805 വരെയാണ്. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 ജനുവരി മാസം 11-ാം തീയതി. ഡേറ്റ് സഹിതം പഠിച്ചോളണേ, പക്കാ പഠിച്ചോളണം. ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. കുണ്ടറ വിളംബരം നടന്ന വർഷം എത്രയാ സുഹൃത്തുക്കളെ? 1809 ജനുവരി മാസം 11-ാം തീയതി. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഉദയംപേരൂർ സുനഹദോസ് നടന്ന വർഷം 1599. കൂനൻ കുരിശ് പ്രതിജ്ഞ നടന്ന വർഷം 1653 ജനുവരി മാസം 3-ാം തീയതി. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ മാസം 15-ാം തീയതി. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 ഓഗസ്റ്റ് മാസം 10-ാം തീയതി. തൃപ്പടിദാനം അഥവാ ഒന്നാം തൃപ്പടിദാനം നടന്ന വർഷം 1750 ജനുവരി മാസം 3-ാം തീയതി. ഒന്നാം പഴശ്ശി വിപ്ലവ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1793 1797. രണ്ടാം പഴശ്ശി വിപ്ലവ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1800 മുതൽ 1805 വരെയാണ്. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 ജനുവരി മാസം 11-ാം തീയതിയാണ്. ഓർക്കുക. കുറിച്യ കലാപം നടന്ന വർഷം 1812. ഇവിടെ വെച്ചങ്ങ് പഠിച്ചു പൊക്കോളനെ. കുറിച്യ കലാപം നടന്ന വർഷം 1812. മേൽമുണ്ട് സമരം നടന്ന വർഷം 1822. മേൽമുണ്ട് സമരം നടന്ന വർഷം 1822. മേൽമുണ്ട് സമരം ചാന്നാർ ലഹളയായി മാറിയ വർഷം 1859. മേൽമുണ്ട് സമരം ചാന്നാർ ലഹളയായി മാറിയ വർഷം 1859. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1891 ജനുവരി മാസം 1-ാം തീയതി. ഡേറ്റ് ഫുള്ള് പഠിച്ചു വെച്ചോളനെ. ഒരുപാട് തവണ ഈ ഡേറ്റ് പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ടേ. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം എന്നാ? 1891 ജനുവരി മാസം 1-ാം തീയതി. എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1891 ജൂൺ മാസം 3-ാം തീയതി. എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം എന്നാ? 1891 ജൂൺ മാസം 3-ാം തീയതി. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1896 സെപ്റ്റംബർ മാസം 3-ാം തീയതി. ശ്രദ്ധിച്ചു പഠിച്ചോളണേ. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1896 സെപ്റ്റംബർ മാസം 3-ാം തീയതി. സമത്വ സമാജം രൂപീകരിച്ച വർഷം 1836. ഈ ഡേറ്റ് കാണാതെ പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. സമത്വ സമാജം രൂപീകരിക്കപ്പെട്ട വർഷം 1836 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അഥവാ SNDP സ്ഥാപിതമായതെന്ന് ചോദിച്ചാൽ 1903 മെയ് മാസം 15-ാം തീയതി. SNDP സ്ഥാപിതമായ വർഷം എന്ന 1903 മെയ് മാസം 15-ാം തീയതി. ഡേറ്റ് മുഴുവൻ പഠിക്കാൻ ശ്രമിക്കുക. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഫുൾ ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. സാധുജന പരിപാലന സംഘം ആരംഭിച്ചത് 1907. സാധുജന പരിപാലന സംഘം ആരംഭിച്ച വർഷം എത്രയാ? 1907. ഓർക്കുക.
ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കുറിച്യ കലാപം നടന്ന വർഷം 1812, മേൽമുട്ട് സമരം നടന്ന വർഷം 1822, മേൽമുട്ട് സമരം ചാന്നാർ ലഹളയായ വർഷം 1859, മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1891 ജനുവരി മാസം 1-ാം തീയതി, എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1891 ജൂൺ മാസം 3-ാം തീയതി, ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1896 സെപ്റ്റംബർ മാസം 3-ാം തീയതി, സമത്വ സമാജം രൂപീകരിക്കപ്പെട്ട വർഷം 1836, SNDP രൂപീകരിക്കപ്പെട്ട വർഷം 1903 മെയ് മാസം 15-ാം തീയതി, സാധുജന പരിപാലന സംഘം രൂപീകരിക്കപ്പെട്ട വർഷം 1907, യോഗക്ഷേമ സഭ രൂപീകരിക്കപ്പെട്ട വർഷം 1908. ഡേറ്റ് പഠിച്ചോളനെ, ഇപ്പോ PSC ട്രെൻഡിങ് കിടക്കുന്നതാണ്. യോഗക്ഷേമ സഭ രൂപീകരിക്കപ്പെട്ട വർഷം 1908. പ്രത്യക്ഷ രക്ഷ ദൈവസഭ രൂപീകരിക്കപ്പെട്ട വർഷം 1909. ഇപ്പോൾ ട്രെൻഡിങ് കിടക്കുന്ന ചോദ്യമാണ്. പ്രത്യക്ഷ രക്ഷ ദൈവസഭ രൂപീകരിക്കപ്പെട്ട വർഷം 1909 ആണ്. നായർ സർവീസ് സൊസൈറ്റി അഥവാ NSS രൂപീകൃതമായ വർഷം 1914 ഒക്ടോബർ മാസം 31-ാം തീയതി ചോദിക്കാൻ സാധ്യതയുണ്ട്. നായർ സർവീസ് സൊസൈറ്റി അഥവാ NSS രൂപീകരിക്കപ്പെട്ട വർഷം 1914 ഒക്ടോബർ മാസം 31-ാം തീയതി. ആത്മവിദ്യാ സംഘം രൂപീകരിക്കപ്പെട്ട വർഷം 1917. ഇവിടെ വെച്ചങ്ങ് പഠിച്ചു പൊക്കോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ആത്മവിദ്യാ സംഘം രൂപീകരിക്കപ്പെട്ട വർഷം 1917. ആനന്ദ മഹാസഭ രൂപീകരിക്കപ്പെട്ട വർഷം 1918. ആനന്ദ മഹാസഭ രൂപീകരിക്കപ്പെട്ട വർഷം 1918. മലബാർ കലാപം നടന്ന വർഷം 1921. ഇവിടെ വെച്ച് പഠിച്ചു പോണം, ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ പഠിച്ചു തുടങ്ങിയ സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കേണ്ട ഡേറ്റ് ആണ്. മലബാർ കലാപം നടന്ന വർഷം 1921. വാഗൺ ട്രാജഡി നടന്ന വർഷം 1921 നവംബർ മാസം 10-ാം തീയതി. ഡേറ്റ് സഹിതം ഫുള്ള് പഠിച്ചു വെച്ചോളനെ. വാഗൺ ട്രാജഡി നടന്നതെന്നാണ് 1921 നവംബർ മാസം 10-ാം തീയതി. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1924 മാർച്ച് മാസം 30-ാം തീയതി. ഡേറ്റ് മൊത്തം പഠിച്ചോളണേ. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924 മാർച്ച് മാസം 30-ാം തീയതിയാണ്, ഓർക്കുക. ശുചീന്ദ്രം സത്യാഗ്രഹം നടന്ന വർഷം 1926 ഫെബ്രുവരി മാസം 19-ാം തീയതി. ശുചീന്ദ്രം സത്യാഗ്രഹം നടന്ന വർഷം 1926 ഫെബ്രുവരി മാസം 19-ാം തീയതി. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. യോഗക്ഷേമ സഭ ആരംഭിച്ചത് 1908. പ്രത്യക്ഷ രക്ഷ ദൈവസഭ ആരംഭിച്ച വർഷം 1909. നായർ സർവീസ് സൊസൈറ്റി ആരംഭിച്ച വർഷം 1914 ഒക്ടോബർ മാസം 31. ആത്മവിദ്യാ സംഘം ആരംഭിച്ച വർഷം 1917. ആനന്ദ മഹാസഭ ആരംഭിച്ച വർഷം 1918. മലബാർ കലാപം നടന്ന വർഷം 1921. വാഗൺ ട്രാജഡി നടന്ന വർഷം 1921 നവംബർ മാസം 10-ാം തീയതി. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924 മാർച്ച് മാസം 30-ാം തീയതി. അതുപോലെ ശുചീന്ദ്രം സത്യാഗ്രഹം നടന്ന വർഷം എത്രയാ? 1926 ഫെബ്രുവരി മാസം 19-ാം തീയതി. നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1930. നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1930. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931 നവംബർ മാസം 1-ാം തീയതി. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931 നവംബർ മാസം 1-ാം തീയതി. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ മാസം 12-ാം തീയതി. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ മാസം 12-ാം തീയതി. വൈദ്യുത പ്രക്ഷോഭം നടന്ന വർഷം 1936. വൈദ്യുത പ്രക്ഷോഭം നടന്ന വർഷം 1936. കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷം 1938. കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷം 1938. കടക്കൽ പ്രക്ഷോഭം നടന്ന വർഷം 1938 സെപ്റ്റംബർ മാസം 29-ാം തീയതി. കടക്കൽ പ്രക്ഷോഭം നടന്ന വർഷം 1938 സെപ്റ്റംബർ മാസം 29-ാം തീയതി. മൊറാഴ സമരം നടന്ന വർഷം 1940 സെപ്റ്റംബർ മാസം 15-ാം തീയതി. മൊറാഴ സമരം നടന്ന വർഷം 1940 സെപ്റ്റംബർ മാസം 15-ാം തീയതി. കയ്യൂർ സമരം നടന്ന വർഷം 1941. കയ്യൂർ സമരം നടന്ന വർഷം 1941 ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1930. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931 നവംബർ മാസം 1-ാം തീയതി. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1932.
1936 നവംബർ മാസം 12-ാം തീയതി. വൈദ്യുത പ്രക്ഷോഭം നടന്ന വർഷം 1936. കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷം 1938. കടക്കൽ പ്രക്ഷോഭം നടന്ന വർഷം 1938 സെപ്റ്റംബർ മാസം 29-ാം തീയതി. മൊറാഴ സമരം നടന്ന വർഷം 1940 സെപ്റ്റംബർ മാസം 15-ാം തീയതി. കയ്യൂർ സമരം നടന്ന വർഷം 1941. കീഴരിയൂർ ബോംബാക്രമണം നടന്ന വർഷം 1942 നവംബർ മാസം 17-ാം തീയതി. ഇപ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു വർഷമാണ് പഠിക്കുക. കീഴരിയൂർ ബോംബാക്രമണം നടന്ന വർഷം 1942 നവംബർ മാസം 17-ാം തീയതി. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. കരിവെള്ളൂർ സമരം നടന്ന വർഷം 1946. തോൽവിറക് സമരം നടന്ന വർഷം 1946 നവംബർ മാസം 15-ാം തീയതി. കുട്ടംകുളം സമരം നടന്ന വർഷം 1946. കുട്ടംകുളം സമരം നടന്ന വർഷം 1946. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം 1947 മുതൽ 1948 വരെ. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം 1947 മുതൽ 1948 വരെ. മഹാത്മാഗാന്ധി കേരളം സന്ദർശിച്ച വർഷങ്ങൾ ചോദിച്ചാൽ 1920, 1925, 1927, 1934, 1937 ഇങ്ങനെ 5 തവണയാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മഹാത്മാഗാന്ധി കേരളം സന്ദർശിച്ച വർഷങ്ങൾ ഏതൊക്കെയാ? 1920, 1925, 1927, 1934, 1937 എന്നീ 5 വർഷങ്ങളിലാണ് മഹാത്മാഗാന്ധി കേരളം സന്ദർശിച്ചത്. ഈ 5 വർഷങ്ങളും ഒരു സെറ്റ് ആയിട്ട് അങ്ങ് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കിഴരിയൂർ ബോംബാക്രമണം നടന്ന വർഷം 1942 നവംബർ മാസം 17-ാം തീയതി. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946. കരിവെള്ളൂർ സമരം നടന്നത് 1946. തോൽവിറക് സമരം നടന്നത് 1946 നവംബർ 15. കുട്ടംകുളം സമരം നടന്നത് 1946. പാലിയം സത്യാഗ്രഹം നടന്നത് 1947, 48 കാലഘട്ടത്തില്. അതുപോലെ മഹാത്മാഗാന്ധി കേരളം സന്ദർശിച്ച വർഷങ്ങൾ ഏതൊക്കെയാ? 1920, 1925, 1927, 1934, 1937 എന്നീ വർഷങ്ങളാണ്. വ്യക്തമായ സുഹൃത്തുക്കൾ. യോഗക്ഷേമ സഭ രൂപീകരിച്ചത് VD ഭട്ടതിരിപ്പാടാണ്. ആരാണ്? VT ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ രൂപീകരിച്ചത്. ഒത്തിരി തവണ PSC ചോദിച്ചിട്ടുണ്ട്. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികള്. സമത്വ സമാജം ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജത്തിന്റെ രൂപീകരണം ആരെന്ന് ചോദിച്ചാല് വൈകുണ്ഠ സ്വാമികള്. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ മഹാസഭ ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. അതില് തന്നെ ഉണ്ട് ആള്. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. കണ്ടോ, 2 ആനന്ദന്മാര് കിടക്കുന്നുണ്ടോ അതിനിടയ്ക്ക്? ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. അപ്പൊ ബ്രഹ്മാനന്ദ ശിവയോഗി എന്ത് ചെയ്തു? പുള്ളിക്കാരന്റെ പേരിന്റെ കുറച്ചെടുത്ത് എന്ത് ചെയ്തു? ഒരു സഭ അങ്ങ് ആരംഭിച്ചു, ആനന്ദ മഹാസഭ. അപ്പോ ആനന്ദ മഹാസഭ ആരംഭിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി എന്നങ്ങ് പഠിച്ചു വെക്കുക. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം ആരാണ് സുഹൃത്തുക്കളെ? വാഗ്ഭടാനന്ദൻ. നമ്മുടെ ആത്മാവിൽ നിന്നല്ലേ സുഹൃത്തുക്കളെ വാക്ക് പുറത്തു വരുന്നത്? നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്നുമാണ് വാക്ക് പുറത്തു വരുന്നത് എന്നങ്ങ് പഠിക്കുക. അപ്പോ ആത്മവിദ്യാസംഘം രൂപീകരിച്ച വ്യക്തി ആരാണ്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം രൂപീകരിച്ച വ്യക്തി ആരാണ്? വാഗ്ഭടാനന്ദൻ. അപ്പോ ആത്മാവിൽ നിന്നാണ് വാക്ക് വരുന്നത് എന്നങ്ങ് പഠിച്ചു വെക്കുക. ആത്മവിദ്യാസംഘം രൂപീകരിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. അരയില് കറുപ്പാണ് എന്നങ്ങ് പഠിച്ചു വെക്കുക. അരയിൽ എന്താണ്? കറുപ്പാണ് എന്നങ്ങ് പഠിച്ചു വെക്കുക. അരയ സമാജം രൂപീകരിച്ചത് പണ്ഡിറ്റ് KP കറുപ്പൻ. നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു പോർഷൻ പഠിച്ചെടുക്കുക എന്ന് മാത്രം സുഹൃത്തുക്കൾ വിചാരിക്കുക. അരയ സമാജം രൂപീകരിച്ചത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. സാധുവായ അയ്യൻ എന്നങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളിയാണ്.
സാധുവായ അയ്യനെന്നങ്ങ് പഠിച്ചു വെക്കുക. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ അയ്യങ്കാളിയാണ്. സാധുവായ അയ്യനെന്നങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. നായർ സർവീസ് സൊസൈറ്റി എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. NSS നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ. ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാര ഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആരാണ്? കുമാര ഗുരുദേവൻ. സുഹൃത്തുക്കളെ, ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സഭ രൂപീകരിക്കണമെങ്കിൽ അതൊരു ദേവനല്ലേ പറ്റത്തുള്ളൂ. ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സഭ രൂപീകരിക്കണമെങ്കിൽ അത് ആരായിരിക്കണം ആ സഭ രൂപീകരിക്കേണ്ടത്? ഒരു ദേവനായിരിക്കണം രൂപീകരിക്കേണ്ടത്. അത്രേ ഉള്ളൂ. പോയിന്റ് ഓർത്ത് വെച്ചിരിക്കുക. പ്രത്യക്ഷ രക്ഷ ദൈവസഭ രൂപീകരിച്ചത് കുമാര ഗുരുദേവനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചത് ആരാണ്? കുമാര ഗുരുദേവനാണ്. മറക്കരുത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചത് ആരാണ്? കുമാര ഗുരുദേവനാണ്. അപ്പോ ഒരു ദൈവങ്ങൾക്ക് വേണ്ടി ഒരു സഭ രൂപീകരിക്കണമെങ്കിൽ അതൊരു ദേവനായിരിക്കണം. പഠിച്ചു വെച്ചേക്കാ സുഹൃത്തുക്കൾ, ഒരിക്കലും മറന്നു പോവരുത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചതാരെന്ന് ചോദിച്ചാൽ കുമാരഗുരു ദേവനാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം നമ്മൾ PSC പഠിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന പോയിന്റ്. ശ്രീനാരായണ ഗുരു അതിൽ തന്നെ ഉണ്ടല്ലേ. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവാണ്. അതിൽ തന്നെ ഉണ്ട്. നമുക്ക് 1 മാർക്കോ അതിൽ കൂടുതലോ കിട്ടാൻ സാധ്യതയുള്ള മേഖലയിലുള്ള ചോദ്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക. അപ്പൊ ഒന്നുകൂടി പറയുവാണ്, ഡൗട്ടുള്ള സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. യോഗക്ഷേമ സഭ രൂപീകരിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? വിളക്കിലെ തിരിയിട്ട് കത്തിക്കും. അപ്പൊ ഭട്ടതിരിപ്പാട്. സമത്വ സമാജം രൂപീകരിച്ചത് വൈകുണ്ഠ സ്വാമികള്. ആനന്ദ മഹാസഭ രൂപീകരിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. രണ്ടിടത്തും ആനന്ദമുണ്ട് കേട്ടോ. ബ്രഹ്മാനന്ദ ശിവയോഗി. ആത്മവിദ്യാ സംഘം രൂപീകരിച്ചത് വാക്പടാനന്ദൻ. ആത്മാവിൽ നിന്നാണ് വാക്കുണ്ടാകുന്നത്. ആത്മവിദ്യാ സംഘം രൂപീകരിച്ചത് വാക്പടാനന്ദൻ. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. അരയില് കറുപ്പാണ് എന്ന് പഠിച്ചു വെക്കുക. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. സാധുവായ അയ്യൻ എന്ന് പഠിച്ചു വെക്കുക. സാധുവായ അയ്യൻ എന്ന് പഠിക്കുക. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. നായർ സർവീസ് സൊസൈറ്റി NSSന്റെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാര ഗുരുദേവൻ. ദൈവങ്ങൾക്ക് വേണ്ടി ഒരു സഭ രൂപീകരിക്കണമെങ്കിൽ അതൊരു ദേവനെ പറ്റുള്ളൂ. അപ്പോ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചത് കുമാരഗുരു ദേവനാണ്. പിന്നെ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം ആരാണ് രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ശ്രീനാരായണ ഗുരുവാണ്. ആ ചോദ്യത്തിൽ തന്നെ ഉത്തരം അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും ഭാഗം സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ സെക്രട്ടേറിയറ്റ് പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് സ്റ്റേജ് 1ന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനകത്ത് വന്നത്. ഇത് പാർട്ട് 1 മാത്രമാണ്. അടുത്ത പാർട്ട് നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് സുഹൃത്തുക്കളെ. ഇത്ര നേരം ഈ വീഡിയോ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചെയ്യുന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.